So this has been a dream for quite some time now, and I just decided to try. So here we are, episode 1 of Kadagal, a series of conversations. And today I have with me Gargi Anandan and Ajay Udayan. Yay! Hello. 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 Thank you for doing this. Thank you for having us. ഞാൻ നിങ്ങൾ രണ്ടുപേരും പറ്റി വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ I felt like both of you have very similar journeys in the sense there's a lot of love for theatre and the art form. But both of you have a school of drama connection, and then both of you go on to Pondicherry University. You're going a step further and you're doing a PhD in theatre. പക്ഷെ both of you at the same time എല്ലാ രീതിയിലും ആർട്ടുമായിട്ട് എങ്ങനെയൊക്കെ യു ക്യാൻ ബി ക്ലോസ് ടു ഇറ്റ് എന്നുള്ളതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ഗോ ലിറ്റിൽ ബിറ്റ് മോർ ഫർദർ ബാക്ക് ടു യുവർ ഫസ്റ്റ് മെമ്മറി ഓൺ സ്റ്റേജ്. ആസ് ഇൻ ഈ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് ഐ റിയലി ഫെൽ ഇൻ ലവ് വിത്ത് ദ സ്റ്റേജ് ആൻഡ് ഐ ഫെൽറ്റ് ലൈക്ക് മാൻ ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ടു ഡു. അല്ല, ഇത് ആലോചിച്ച കാര്യമായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഇവിടെ ചോദിക്കാം, നമ്മൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നാടകം കളിക്കാൻ കയറിയതാണോ അല്ല ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയ മെമ്മറി ആണോ? ഏതാണെങ്കിലും ബട്ട് യു റിയലൈസ്ഡ് സ്റ്റേജ് ഇസ് മൈ സ്പേസ്, ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ടു ഡു. അതൊക്കെ പിന്നെ കുറെ കഴിഞ്ഞിട്ടാന്നുണ്ട്. എനിക്ക് ആദ്യമായിട്ട് മെമ്മറി ഉള്ളത് സ്റ്റേജിൽ കയറിയത് ഞാൻ UKG LKG കണ്ടുപിടിക്കുമ്പോൾ വാളെടുത്താൽ അങ്കക്കലി ഈലെടുത്ത ആക്ഷൻ സോങ് കയറി ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയ മെമ്മറി ഉള്ളത്. വീട്ടിൽ കളിച്ചു കാണിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു നാടകത്തിനായിട്ട് ആദ്യം കയറുന്നത് പ്രമാടം ഗവൺമെന്റ് LP സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു, ഇപ്പോൾ ഡോക്ടറാണ്, ഹർഷ എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരി, ആതിരാചന്ദ്രൻ. ഞങ്ങൾ ക്ലാസ്സിലെ കുറേ ആൾക്കാർ ചേർന്നിട്ടൊരു ഞങ്ങളുടെ പാഠഭാഗത്തിൽ തന്നെ ഒരു നാടകം അവതരിപ്പിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറി. അപ്പോൾ അതിൽ ഞാൻ രാജാവോ എന്തൊക്കെയാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിലൊരാൾ നാടകത്തിലെ ഡയലോഗ് തെറ്റിച്ചപ്പോൾ ഈ ഹർഷദാമോദരൻ ടീച്ചറെ അവള് ഡയലോഗ് തെറ്റിച്ചു, അത് ഇങ്ങനെയല്ല പറയേണ്ടത് അങ്ങനെയാണെന്ന് പറഞ്ഞ് പാളിപ്പോയൊരു നാടകമാണ്. സ്റ്റേജില് സ്കൂള് ആനിവേഴ്സറിക്ക് വെച്ച് തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ടീച്ചറെ പോട്ടെ അങ്ങനെ. പിന്നെ ശരിക്കും ഞാൻ നാടകത്തിലേക്ക് സീരിയസ് ആയിട്ട് വരുന്നതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് 5ാം ക്ലാസ്സിൽ തൊട്ടടുത്ത് തന്നെയുള്ള പ്രമാടം നേതാജി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുണ്ട് സ്കൂളിൽ. അപ്പോൾ അവിടെ എൻ്റെ നാടകത്തിലേക്ക് വന്ന എൻ്റെ ഗുരുവും ഒക്കെ എന്ന് പറയുന്നത് മനോജ് സുനി എന്ന് പറയുന്ന നാടകക്കാരൻ മനോജ് സുനി എന്നാണ് അറിയപ്പെടുന്നത്. നാട്ടിലെ എൻ്റെ അധ്യാപകനുമാണ്, എൻ്റെ നാടകത്തിലെ ഗുരുവാണ്. സ്കൂളിലെ മലയാള അധ്യാപകനാണ് ഇപ്പോഴും. അതെ. അപ്പം ആള് ഇങ്ങനെ അവിടെ നാടകങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞു. പുള്ളി ഒരു 6ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ ഒരു തെരുവ് നാടകത്തിലേക്ക് ഇതുപോലെ കുട്ടികളെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി. അപ്പോൾ പുള്ളി ഒരു ചെറിയ ഓഡിഷൻ പോലെയൊക്കെ നടത്തി. അപ്പോൾ ഞാനാണ് അന്ന് 6ാം ക്ലാസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയെ നാടകത്തിലുള്ളത്. പിന്നെ 8ലും 9ലും 10ലൊക്കെ പഠിക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെയാണ്. അപ്പം അങ്ങനെ ഒരു തെരുവ് നാടകം ശാന്തിദൂത് എന്നോ എന്തായിരുന്നു എൻ്റെ പേര്, അത് ചെയ്തിട്ട് ഹിരോഷിമ ദിനത്തിൽ ഞങ്ങൾ പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിലും 1-2 സ്ഥലങ്ങളിലൊക്കെ കളിച്ച്. അപ്പം അതങ്ങനെ കളിച്ചിട്ട് ആൾക്കാർ കാണുമ്പോൾ, അത് കളിച്ചു കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ വന്നിട്ട് കൊള്ളാം നന്നായി ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്നൊരു ഹൈ, അത് കൊള്ളാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കും അങ്ങനെ വാറായിട്ട് നടക്കുന്നൊരു ആളായിരുന്നു. നാടകമെങ്കിൽ നാടകം, ഡാൻസ് എങ്കിൽ ഡാൻസ്, പാട്ടെങ്കിൽ പാട്ടെന്ന് പറഞ്ഞ എല്ലാ പരിപാടിയും പോയി പങ്കെടുക്കുന്ന ഒരാളായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞ് 7ാം ക്ലാസ്സിലേക്ക് വന്ന സമയത്താണെന്നുണ്ട് ഇതേ മനോജ് സുനി ഈ സാറിനും ഞാനിങ്ങനെ നാടകത്തിലേക്ക് ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കണ്ട് താല്പര്യം ഉണ്ടെന്ന് കണ്ടിട്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, KPSC എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, കേട്ടിട്ടുണ്ടാവല്ലോ കേരളത്തിൽ. KPSCയിൽ ചിൽഡ്രൻസ് ക്യാമ്പുകൾ നടക്കും ഏപ്രിൽ മെയ് മാസങ്ങളിൽ. അപ്പം അന്ന് നടന്നൊരു ക്യാമ്പിലേക്ക് പുള്ളി എന്നെ പറഞ്ഞു വിട്ടു. അപ്പം ഞാനും ഇപ്പോൾ 24ൽ വർക്ക് ചെയ്യണ ഗോകുൽ എന്ന് പറഞ്ഞിട്ട് ഞാനുണ്ട്, ഗോകുലുണ്ട്. ഗോകുൽ എൻ്റെ സീനിയറാണ്. അപ്പോൾ പുള്ളിയും ഞാനും കൂടെ അങ്ങനെ KPSCയുടെ വർക്ക്ഷോപ്പിന് പോയി. വർക്ക്ഷോപ്പ് കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ സ്റ്റേറ്റിലുള്ള പല പ്രഗത്ഭരായിട്ടുള്ള പ്രാക്ടീഷണേഴ്സൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു. രാമാനുജം എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര എന്താ പറയുക ഒരു വലിയൊരു തിയേറ്റർ പേഴ്സണാലിറ്റി ഉണ്ട്, ചിൽഡ്രൻസ് തിയേറ്ററായിട്ടൊക്കെ. അത് മരിച്ചുപോയി. അപ്പോൾ ആളായിരുന്നു അന്നത്തെ ക്യാമ്പ് ഡയറക്ടർ. അപ്പോൾ അന്നാണ് എനിക്ക് മനസ്സിലായിക്കൊള്ള ഇത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്, നമ്മൾ അറിഞ്ഞിട്ടുള്ള പരിപാടികളൊന്നും അല്ല. അപ്പോൾ ആ ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം എന്നെ KPSCയിലെ ചിൽഡ്രൻസ് തിയേറ്ററിലേക്ക് വിളിച്ചു. അങ്ങനെ അവർ ഒരു മരമുത്തശ്ശി പറഞ്ഞ മുത്തശ്ശിക്കഥ എന്ന് പറഞ്ഞിട്ട് മനോജ് നാരായൺ എന്ന് പറഞ്ഞൊരു സംവിധാനം ചെയ്തൊരു നാടകം ഉണ്ടായിരുന്നു. അങ്ങനെ KPSCയുടെ നാടകത്തിൽ അഭിനയിച്ചു. KPSCയുടെ ബാനറിൽ നാടകങ്ങൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കളിച്ചു. അപ്പോഴും പ്രൊഫഷനെ പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് 8, 9, 10 ഹൈസ്കൂളിൽ 3 വർഷമാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് ശാസ്ത്ര നാടകം. ബാക്കിയുള്ള സ്കൂളുകളിൽ കലോത്സവത്തിന് പോകുന്ന പോലെ നമ്മുടെ സ്കൂള്
ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഈ ശാസ്ത്രമേളയ്ക്കായിരുന്നു. ശാസ്ത്രമേളയും അതിനോടനുബന്ധിച്ച് ശാസ്ത്രനാടകവും. അങ്ങനെ 3 വർഷം ശാസ്ത്രനാടകങ്ങളിൽ പങ്കെടുത്തു. ജില്ലയിലും അങ്ങനെയൊക്കെ ബെസ്റ്റ് ആക്ടറൊക്കെ ആവും. 8, 9, 10. അപ്പോഴും തീരുമാനിച്ചിട്ടില്ല നാടകം പ്രൊഫഷൻ ആക്കണമെന്ന്. 10ാം ക്ലാസ് കഴിഞ്ഞ് നേരെ +1 +2 പഠിക്കാൻ പോയ സ്കൂളിൽ ഞാൻ സയൻസ് എടുത്തത്. എടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് എൻ്റെ ലക്ഷ്യം പട്ടാളത്തിൽ ചേരണം എന്നൊക്കെ ആയിരുന്നു. പട്ടാളത്തിൽ ചേരണം. അപ്പം അതിന് വേണ്ടിയിട്ട് സയൻസ് സ്ട്രീം എടുത്ത് പഠിച്ച്, അപ്പം അന്ന് അതായിരുന്നു എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ. അങ്ങനെ +2-ന് ശേഷം പട്ടാളത്തിൽ പോയി. അത് വേറെ കുറെ കഥകളുണ്ട്. എന്തായാലും അത് സെറ്റായില്ല, നടന്നില്ല. അപ്പൊ തീരുമാനിച്ചു ആഗ്രഹങ്ങളൊന്നും നടന്നില്ല, ജീവിതം ഒന്നും വിചാരിക്കുന്ന പോലെ പോകുന്നില്ല, ഇനിയിപ്പോ പാഷൻ തന്നെ പ്രൊഫഷൻ എന്ന് പറഞ്ഞ് നേരെ ഡ്രാമ സ്കൂളിൽ പോയി അഡ്മിഷൻ എടുക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഞാൻ ഡ്രാമ സ്കൂളിൽ ചെന്നപ്പോ ഞാൻ കണ്ട എൻ്റെ 1 കൊല്ലം സീനിയർ ആയിരുന്നു ഗാർഗീരത്തൻ. എനിക്ക് ഫസ്റ്റ് സ്റ്റേജ് ആക്ച്വലി എനിക്ക് ഓർമ്മയില്ല. ബട്ട് ഞാൻ എപ്പോൾ സ്റ്റേജിലായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ചെറുതിലെ തൊട്ട് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഐ ബി ഓൺ സ്റ്റേജ്. എന്തെങ്കിലും പ്രോഗ്രാം ഓൾവേസ് ബി ദർ ഓൺ സ്റ്റേജ്. അപ്പൊ എനിക്ക് അങ്ങനെ ഫസ്റ്റ് സ്റ്റേജ് ഏതാണെന്ന് ഓർമ്മയില്ല. ഫസ്റ്റ് ചെയ്ത പ്ലേ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു ആദ്യം പഠിച്ചത്. അപ്പൊ അവിടെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മറ്റേ ഇതുപോലെ പാട്ട്, ഡാൻസ്, ഫാൻസി ഡ്രസ് അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു. പിന്നെ എറണാകുളത്തേക്ക് മാറിയ സമയത്താണ് പ്ലേ ചെയ്തത്. അപ്പൊ ഞാൻ ജോയിൻ ചെയ്ത കൊല്ലം സ്കൂൾ ആനുവൽ ഡേക്ക് ഇതുപോലെ പ്ലേ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വിസർഡ് ഓഫ് ഓസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേ, ദാറ്റ് വാസ് മൈ ഫസ്റ്റ് പ്ലേ. 2ാം ക്ലാസ്സിൽ പഠിക്കും. 2ാം ക്ലാസ്സിൽ നാടകത്തിൽ എന്നെക്കാളും സീനാ, 4ാം ക്ലാസ് അല്ലേ. അപ്പൊ അതിലായിരുന്നു ഫസ്റ്റ് സ്റ്റേജ്. പക്ഷെ അതിൽ ലൈക്ക് അങ്ങനെ അവിടുത്തെ മറ്റേ കുഞ്ഞു മനുഷ്യന്മാരുണ്ടല്ലോ, ഞാൻ കുഞ്ഞു മനുഷ്യനായിരുന്നു അതില്. അതിൽ ആദ്യമായി പുറത്തു വരുന്ന നോക്കുന്ന കുഞ്ഞു മനുഷ്യൻ ഞാനായിരുന്നു. ഓക്കെ. അപ്പൊ അതിലും മറ്റേ ഒരു ഒറിജിനൽ പപ്പിയൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റേജിൽ പപ്പി എപ്പോഴും ഉണ്ടാവും. അപ്പൊ അങ്ങനെ ചെയ്തൊരു പ്ലേ ആയിരുന്നു ഫസ്റ്റ് സ്റ്റേജ്. ഫസ്റ്റ് പ്ലേ എൻ്റെ ഓർമ്മയില് അതാണ്. പിന്നെ ലൈക്ക് ത്രൂ ഔട്ട് ദ സ്കൂൾ ഐ ഓൾവേസ് ബീൻ ഓൺ സ്റ്റേജ്. എന്തെങ്കിലും പരിപാടിയിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഇത് ലൈക്ക് ഇങ്ങനൊരു പ്രൊഫഷനെ പറ്റി എന്തായാലും ചിന്തിച്ചിട്ടില്ല. ബിക്കോസ് എനിക്ക് ഒരു സമയത്തൊക്കെ സിവിൽ സർവീസ് ആയിരുന്നു ആഗ്രഹം. അത് IPS-നോടായിരുന്നു കൂടുതൽ താല്പര്യം. എന്റെ പേര് എന്റെ അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു സിവിൽ സർവീസ് എഴുതിക്കണം. ഐ തിങ്ക് ദാറ്റ്സ് എ ജനറേഷണൽ തിങ്. അപ്പൊ അങ്ങനെ സിവിൽ സർവീസിനോടൊക്കെ ഒരു താല്പര്യമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ഓരോ സമയം എന്റെ ആഗ്രഹം മാറിക്കൊണ്ടിരിക്കും. പൈലറ്റ് ആവണമായിരുന്നു, എയർ ഹോസ്റ്റസ് ആവണമായിരുന്നു, അങ്ങനെ എല്ലാം എനിക്ക് ആവണമായിരുന്നു. അപ്പൊ ഇതുപോലെ +2-ന് ഞാനും സയൻസ് എടുത്തത്, ബയോമാത്സ്. അത് എനിക്ക് ആക്ച്വലി ഹ്യൂമാനിറ്റീസ് പഠിക്കാനായിരുന്നു ഇഷ്ടം. അപ്പൊ ഹ്യൂമാനിറ്റീസ് എനിക്ക് അഡ്മിഷൻ കിട്ടിയായിരുന്നു. ഞാൻ പഠിച്ചത് ഒരു ICSE സ്കൂളിലാണ്. അപ്പൊ എനിക്ക് സ്റ്റേറ്റിലും CBSE-ലും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്ത് വെച്ചു +1 +2. അപ്പൊ എനിക്ക് സ്റ്റേറ്റിൽ ഹ്യൂമാനിറ്റീസിൽ കിട്ടി. CBSE-ൽ ഞാൻ ചുമ്മാ കൊമേഴ്സിനും കൂടെ കൊടുത്തിട്ട് ലൈക്ക് എനിക്ക് ഡിസിഷൻ മേക്കിംഗ് ഇസ് വെരി ഡിഫിക്കൾട്ട് ഫോർ മീ. അപ്പൊ ഐ തോട്ട് ലൈക്ക് എല്ലാം കൊടുത്തിട്ട് ഞാൻ ഐ ഹാവ് മോർ ടൈം ടു മേക്ക് ഡിസിഷൻ. അപ്പൊ ഇതെന്റെ ഒരു വെയിറ്റിംഗ് പീരീഡ്, എന്റെ ഒരു മെക്കാനിസം ആണ്. ലൈക്ക് ഐ ഡു എവറിത്തിങ് അൺടിൽ ദ ലാസ്റ്റ് മൊമെന്റ്. ഡിസിഷൻ എത്രത്തോളം ലേറ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം ലേറ്റ് ആക്കാൻ ഞാൻ എല്ലാം ചെയ്യും. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്തതായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ സ്കൂൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ എനിക്ക് അവിടെ നിന്ന് പോവണ്ട, ഇനി വേറെ സ്കൂളിലൊക്കെ പോയി. ഈ സ്കൂളിലാണെങ്കിൽ ഞാൻ മറ്റേ ഒന്നേന്ന് തുടങ്ങുന്നത്. ഞാൻ ഓൾറെഡി ഒരു പേരും പെരുമയൊക്കെ ഉണ്ടാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഐ ഡിഡ്ന്റ് വാണ്ട് ടു സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. അപ്പൊ ഐ തോട്ട് ലൈക്ക് അവിടെ സയൻസ് മാത്രമേ ഉള്ളൂ. സയൻസ് go with science. അപ്പൊ അതിൽ ബയോളജി, ഐ ലൈക്ക് ബയോളജി. ഐ ഹേറ്റ് കമ്പ്യൂട്ടർ. മാത്സ് ഐ ഹേറ്റ്, ബട്ട് ദാറ്റ് വാസ് മൈ ഓൺലി ഓപ്ഷൻ. സോ ഐ വെന്റ് ഫോർ ഇറ്റ്. അപ്പൊ ഇതുപോലെ +2 സമയത്ത് ഞങ്ങളുടെ സ്കൂളിൽ ഇതുപോലെ ആനുവൽ ഡേക്ക് നാടകം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇംഗ്ലീഷ് നാടകവും ഒരു മലയാളം നാടകവും ഉണ്ടായിരുന്നു. അപ്പൊ ഈ മലയാളം നാടകത്തിന്റെ ഓഡിഷൻ എൻ്റെ ക്ലാസ്സിന്റെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുക. അവിടെ സ്റ്റാഫ് റൂമിന്റെ അവിടെ ഓഡിഷൻ നടന്നുകൊണ്ടിരിക്കുക. സോ ഐ കൻ സീ ഇറ്റ് ഫ്രം മൈ ക്ലാസ്. സോ +2 സ്റ്റുഡൻസ് വർ നോട്ട് സപ്പോസ് ടു പാർട്ടിസിപ്പേറ്റ്. അപ്പൊ ഞാനിങ്ങനെ ക്ലാസ്സിലിരുന്നിട്ട് നോക്കും, എനിക്ക് ഇരിപ്പുറക്കുന്നില്ല അതിനകത്ത്, ഞാൻ നിൽക്കേണ്ടതാന്നൊക്കെ. അപ്പൊ ഞാന് ക്ലാസ് കഴിഞ്ഞ് ബെല്ലടിച്ച സമയത്ത് ഞാൻ പോയിട്ട്
ടീച്ചറിന്റെ അടുത്ത് ഇവിടെ ഓഡിഷൻ നടക്കുകയാണോ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ഞാൻ പങ്കെടുക്കുന്നതല്ല, എനിക്ക് ഞാൻ just ഒന്ന് പ്ലേയിലൊന്നും കാണാൻ ചെയ്യണമെന്നില്ല, ഞാൻ ചുമ്മാ ഒരു ഫണ്ടിന് വേണ്ടി ഓഡിഷൻ ചുമ്മാ അറ്റൻഡ് ചെയ്യട്ടെ വരുന്നവരൊക്കെ പറഞ്ഞു. 100 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞു, ഫണ്ടിന് വേണ്ടി ഞാൻ ഓഡിഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ പ്ലേ ചെയ്യാൻ വന്ന ഡയറക്ടർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നെ. ഉം. അപ്പൊ പറഞ്ഞു ഈ ആ കുട്ടി മതി. honesty ആണ് ഇഷ്ടപ്പെട്ടത് അതെ, എനിക്ക്. അല്ല ചെയ്ത് കഴിഞ്ഞു, ഓഡിഷൻ കഴിഞ്ഞു. അപ്പൊ ഈ Okay. കുട്ടി മതി എന്ന് പറഞ്ഞു. ഉം. അപ്പൊ ഞാൻ ഓക്കെ വർക്കൗട്ട്. എന്നൊക്കെ. അറിയാം അറിയാം. അങ്ങനെ ആ കൊല്ലം ഞാൻ ഇംഗ്ലീഷ് പ്ലേക്ക് ഉണ്ടായിരുന്നു, മലയാളം പ്ലേക്ക് ഉണ്ടായിരുന്നു ആനുവൽ ഡേയിൽ. എന്നിട്ട് nice. I like where this is going. അപ്പൊ when I felt like this, ഭയങ്കര എനിക്ക് ആക്ച്വലി ഓഡിയൻസ് വന്ന് നന്നായി എന്ന് പറയുന്ന സാധനമൊന്നും അല്ലായിരുന്നു. എനിക്കിത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഹൈ ആയിരുന്നു വട്ട് അട്രാക്റ്റഡ് മീ. ഉം. ഭയങ്കര സെൽഫിഷ് റീസൺസിന് വേണ്ടിയിട്ടാണ് തിയേറ്ററിലേക്ക് വന്നത്. ഉം. അപ്പോൾ ഐ ആസ് ദിസ് ചേട്ടൻ അവിടെ നാടകം പഠിപ്പിക്കാൻ വന്ന ചേട്ടൻ അടുത്ത് ചോദിച്ചു, ഇത് പഠിക്കാൻ പറ്റുമോ വേറെ എവിടെയെങ്കിലും പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഹി വാസ് ലൈക്ക്, എന്തിനാ കൊച്ചേ, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്, എന്തിനാ നശിപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എന്നിട്ട് ഞാൻ പിന്നെ ആ വഴിക്ക് പോയി. ഉം. അത് കഴിഞ്ഞ് പിന്നെ +2 കഴിഞ്ഞ് അടുത്ത ഡിസിഷൻ മേക്കിംഗ് ആണല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ മെഡിസിൻ്റെ എൻട്രൻസ് എഴുതി, ക്ലാറ്റ് എൻട്രൻസ് എഴുതി, ജേർണലിസത്തിന് അപ്ലൈ ചെയ്തു, സൈക്കോളജിക്ക് അപ്ലൈ ചെയ്തു. പിന്നെ ഞാൻ കാനഡയിൽ ടൂറിസം മാനേജ്മെന്റ് ആൻഡ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ UC വേറെ Yeah. സോ എത്ര ഡിഫറെന്റ് ഡയറക്ഷനിലോട്ട് പോകാൻ പറ്റുമോ അത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള എല്ലാ കോഴ്സുകൾക്കും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാനഡയിലായിരുന്നു പ്രൈമറി ഓപ്ഷൻ. പക്ഷെ ഈ കഥ ഞാൻ പറഞ്ഞു മടുത്തതാണ്. എന്നാലും But it's okay. Let's go. Once അപ്പോൾ more. കാനഡയിൽ പോവാനായിട്ട് ഇരിക്കുമ്പോൾ എൻ്റെ പാസ്പോർട്ട് എടുക്കാൻ ചെന്ന സമയത്ത് എൻ്റെ ബർത്ത് I know സർട്ടിഫിക്കറ്റ് this. Yes. എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എലി തിന്ന കഥ. എനിക്കറിയാം. ഓക്കെ, അപ്പൊ അതിന്റെ വെയിറ്റിംഗ് പീരീഡിനാണ്. ഇവിടെ ബാക്കി എന്തെങ്കിലും കോഴ്സ് ആ സമയത്ത് പഠിക്കണം. ഐ ഡോണ്ട് വാണ്ട് ടു ലൈക്ക് Waste time. വേസ്റ്റ് ടൈം. അപ്പൊ അങ്ങനെ ഇതിനൊക്കെ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. One second, but like for all those of you who know the birth certificate story, ആദ്യം പോയിട്ട് കിട്ടി, പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും പേര് മാറി. അല്ല, ഫസ്റ്റ് സർട്ടിഫിക്കറ്റിൽ എന്റെ പേരില്ല, ബാക്കിയെല്ലാം ഉണ്ട്, ഞാൻ ആരാന്നില്ല. Forgot the purpose. യെസ്. അപ്പൊ ഞാൻ അമ്മയോട് പണ്ടേ ചോദിച്ചിട്ടുണ്ട്, ഇതിലെന്താ അമ്മ എന്റെ പേരില്ലാത്ത, നീ ജനിക്കുമ്പോ നിനക്ക് പേര് ഇട്ടിട്ടില്ല അതുകൊണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ, അപ്പൊ ആരുടെയും ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേരില്ല എന്നാണ് എന്റെ വിചാരം. കുട്ടികൾ ജനിക്കുമ്പോ പേരില്ലല്ലോ. I like how Amma has tried to cover that also. അമ്മക്കൊരു No, I think she was very honest. പേരിട്ടിട്ടില്ല എനിക്ക്. അത് ഇത്ര പേര് അടിപൊളി പേരെ കണ്ടുപിടിച്ച് വരണ്ടേ. നറുക്കിട്ടൊക്കെ എന്റെ പേരെടുത്തത്. ആ കഥയിലേക്ക് നമുക്ക് വരാം. അപ്പം ഓക്കെ, ദെൻ സെക്കൻഡ്, അപ്പൊ പുതിയ അപ്ലൈ ചെയ്യാൻ പോയി ബർത്ത് സർട്ടിഫിക്കറ്റ്. അപ്പൊ ആ ടൈമിൽ അച്ഛന്റെയും അമ്മയുടെയും പേര് തെറ്റാണ്, എന്റെ പേര് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇവരെന്റെ അച്ഛനും അമ്മയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും മൂന്നാമതൊരു ബർത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് പാസ്പോർട്ട് കിട്ടാൻ ലേറ്റ് ആയത്. സോ ഫോർ those of you who did not know this. So long story short, Gargi has 3 birth certificates, No, now just out of one. which one is valid. Yes. ഒരു എലി കാർഗിയ നാടകത്തിലെത്തിച്ചു. അതെ. Actually, yes. You're grateful for that, Ellie. അതെ. Okay, നമുക്ക് ഓക്കെ, അപ്പം ഇങ്ങനെ വെയിറ്റിംഗ് പീരീഡിലാണ് എൻ്റെ അച്ഛൻ ഡ്രാമ സ്കൂളിന്റെ പരസ്യം പത്രത്തിൽ കാണുന്നത്. അപ്പൊ അച്ഛൻ മോളെ ഇങ്ങനെ അഭിനയമൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളുണ്ട്, പോണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലായിടത്തും കൊടുത്തു, അവിടെയും കൊടുക്കും. അപ്പൊ അച്ഛൻ തന്നെ അപ്ലിക്കേഷൻ ഒക്കെ വാങ്ങി എല്ലാം അയച്ചു. പിന്നെ അവിടെ കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ ഞാന് എന്നാ പിന്നെ പാസ്പോർട്ടൊക്കെ കിട്ടിയ സ്ഥിതിക്ക് അത് വീട്ടിൽ വെച്ചോളൂ, അങ്ങനെ ഞാൻ പോകുന്നില്ല, ദിസ് ഇസ് മൈ പാത്ത് എന്ന് ഡിസൈഡ് ചെയ്തു. Then here I am. അങ്ങനെ നമ്മൾ ഡ്രാമ സ്കൂളിലെത്തി. So drama school, you were 1 year junior. Yes. Okay, and you were already there. പക്ഷെ I have also heard from your story that പണ്ട് ഇതൊരു ഇന്റർവ്യൂ കണ്ടതിൽ വെച്ചിട്ട് ഡ്രാമ സ്കൂളിൽ ആ സമയത്ത് the amount of female students were less. So his batch didn't have any females. ഞങ്ങൾ മൊത്തം ആൺകുട്ടികളായിരുന്നു. എന്റെ സീനിയർ ബാച്ചിലും ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ ബാച്ചില് വരുന്ന പ്രൊഡക്ഷൻസിലെ സ്ഥിരം സ്ത്രീവേഷം ചെയ്യുന്ന ഞാനായിരുന്നു.
I've seen photos of that actually. അത് ഞാൻ തന്നെയാണ്. Yeah, he even did a like pole dancers role. അതന്നെ. അങ്ങനെ I don't remember the place name, but I've seen attempts on pictures. her life. Yes. I've seen pictures of that. Yes. But I want to know what that journey was like. Ipo we keep hearing ee drama school poya kadagal from fancier colleges. Like we hear a lot of people keep talking about, so I was in this school and then they had Stanislavski worksheet, we had this worksheet, that worksheet. Angante. But from whatever I've heard of both of your blogs and your interviews so far, ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഞാൻ ഇവിടുത്തെ സ്കൂൾ ഓഫ് ഡ്രാമിനെ പറ്റി കേട്ടിട്ടുള്ളത്. സോ ദാറ്റ് ജേർണി ആൻഡ് അവിടുന്ന് ഹൗ യു ഡിസൈഡഡ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. ഡ്രാമ സ്കൂളിലെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഡ്രാമ സ്കൂളിൽ. നമുക്ക് ഒരുപാട്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറയുന്നത്, അതായത് നമുക്ക് ഒരു വർഷത്തിൽ നമ്മൾ ഒരു നാടകം ചെയ്യുന്ന എത്ര നാടകം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ ബാച്ചിൽ, ഇപ്പം എൻ്റെ ബാച്ച് എടുക്കാം, എൻ്റെ ബാച്ചിൽ 10 പേരോ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, മറന്നു. എന്റെ ബാച്ചിൽ 11 പേര്. എന്നാ പിന്നെ ഇവരുടെ ബാച്ചിന്റെ കാര്യം പറയാം. ഇവരുടെ ബാച്ചിൽ 11 പേര്, അതിൽ 7 പേര് ഡയറക്ടേഴ്സ്, 6 പേര് സമയം കൂടെ കൂട്ടിയിട്ട് 4 ഡയറക്ടേഴ്സ്, 2 ചിൽഡ്രൻസ് തിയേറ്റർ, 5 ആക്ടേഴ്സ്. ഓക്കെ. അപ്പൊ 6 ഡയറക്ടേഴ്സ് ഉണ്ട്. ഈ 6 ഡയറക്ടേഴ്സിന് 6 പ്ലേ ഉണ്ടാവും. ഓരോരുത്തർ ഓരോ പ്ലേ വെച്ചിട്ട് ചെയ്യണം നമ്മുടെ ഒരു പ്രൊഡക്ഷൻ സീരീസിൽ. അപ്പോ ഒരു സമയത്ത് 6 നാടകങ്ങളാണ് നടക്കുക. ഒരു ദിവസം നമുക്ക് എത്ര മണിക്കൂറുണ്ട്? 24 മണിക്കൂറിൽ നമുക്കൊരു 12 മണിക്കൂർ 14 മണിക്കൂറുണ്ടെന്ന് വിചാരിക്കാം. ഒരു നാടകത്തിന് 2 മണിക്കൂർ വെച്ച് റിഹേഴ്സൽ ടൈം കൊടുത്താൽ പോലും 6 നാടകത്തിന് 12 മണിക്കൂർ വേണം. ഇതിനിടയ്ക്ക് നമ്മുടെ ബ്രേക്ക്, നമ്മുടെ കാര്യങ്ങൾ, അങ്ങനെ പല പല സംഗതികളുണ്ടല്ലോ. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ സീരീസ് വരണ സമയത്ത് ഈ 6 നാടകങ്ങളുടെ റിഹേഴ്സലുകൾ ഒരു 20 ദിവസത്തേക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഷോസ് ഉണ്ടാവും. അപ്പോൾ 20 ദിവസത്തിൽ നമ്മളുടെ ഒരു എൻറ്റയർ ഡേ എന്ന് പറഞ്ഞാൽ 6 നാടകങ്ങളിൽ മാറി മാറി ക്യാരക്ടേഴ്സ് ചെയ്യുക. ഒരു നാടകത്തിൻ്റെ റിഹേഴ്സൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നാടകത്തിൻ്റെ സെറ്റിൽ പോവുക, അവിടെ അടുത്ത് ക്യാരക്ടർ ചെയ്യുക. പിന്നെ അത് കഴിയുന്നതാണ് നമുക്കൊരു സ്കൂൾ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് വരും. ഇതിനിടയ്ക്ക് നമ്മുടെ കുറേ ആക്ടിങ് എക്സസൈസുകൾ, സീൻ വർക്ക്, മോണോലോഗുകൾ എന്ന് പറഞ്ഞിട്ട് കുറേ പരിപാടികളുണ്ടാവും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ ബാച്ചിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും. ഇപ്പം ഇവരുടെ ബാച്ചിൽ 5 ആക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞങ്ങൾ തൊട്ട് ജൂനിയർ ബാച്ചാ. ഞങ്ങളുടെ ബാച്ചിലുള്ള കുറേ ആക്ടേഴ്സ് ഇവരുടെ നാടകത്തിലുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ബാച്ചിന്റെ പണി ഉണ്ടാവും, ഇവരുടെ ബാച്ചിന്റെ പണി ഉണ്ടാവും. അങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ആലങ്കാരികമായിട്ട് പറയണതാ, നാടകത്തിൽ ഉറങ്ങി നാടകത്തിൽ എണ്ണീക്കുന്ന ഒരു പരിപാടിയാണ് ഡ്രാമ സ്കൂളിൽ നടക്കുന്നതെന്ന് പറഞ്ഞില്ല. അപ്പോൾ 3 വർഷത്തെ അക്കാഡമിക് ഇയർ കഴിയുമ്പോൾ തന്നെ നമ്മൾ അഭിനയിച്ച നാടകങ്ങളുടെ എണ്ണം തന്നെ 10-30 മുകളിലൊക്കെ ചിലപ്പോൾ പോകും. ഡിപ്പെൻസ് അപ്പോൺ ദ ഡയറക്ടേഴ്സ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പോൾ അത് തന്നെ ഒരു ഭീകര എക്സ്പീരിയൻസ് ആണ് നാടകത്തിൽ നമുക്ക് പ്രാക്ടിക്കലി കിട്ടുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ പുറത്തു നിന്നുള്ള ഡയറക്ടേഴ്സ് വരും. ഇപ്പം ഞങ്ങളുടെ ബാച്ചിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു സ്കൂൾ പ്രൊഡക്ഷൻ 3 പെന്നി അപ്പറ എന്ന് പറയുന്നൊരു പ്ലേ ആയിരുന്നു. അത് ചിലി എന്നുള്ളൊരു ഡയറക്ടർ വന്നിട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇന്റർ കൾച്ചറൽ ആയിട്ടുള്ള എക്സ്പോഷേഴ്സ്, അങ്ങനത്തെ ട്രെയിനിങ്. പിന്നെ വേറെയും എന്താ പറയുക, ഡ്രാമ സ്കൂളിൽ നമ്മളത്ര ഡ്രാമ സ്കൂൾ അധികം യൂണിവേഴ്സിറ്റി ഫണ്ട് കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നില്ല അപ്പോൾ. ഇപ്പം പിന്നെ കുറച്ചുകൂടെ ബെറ്റർ ആണ്. അപ്പൊ എന്താ, നമുക്ക് ഈ എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യുന്ന നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ്. അപ്പൊ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിത് കറക്റ്റ് കണക്കാണെന്നൊന്നും അറിയില്ല. അവർക്കൊക്കെ ഒരു വർഷം 10-200 കോടി രൂപയുടെ ബഡ്ജറ്റ് കിട്ടുന്നതാണ് കൾച്ചറൽ മിനിസ്ട്രിയിൽ നിന്ന്. അപ്പൊ അവർക്കൊക്കെ ഒരു നാടകം ചെയ്യാനുണ്ടെങ്കിൽ അത് സെറ്റ് ഡിസൈൻ ചെയ്യാൻ, എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പണിക്കാരുണ്ടാവും. അവർക്ക് അവരുടേതായിട്ടുള്ള മെറ്റീരിയൽസ് വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടാവും. ചിലപ്പോൾ ഒരു നാടകം ചെയ്യാൻ 10-20 ലക്ഷം രൂപ ബഡ്ജറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും. ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഡ്രാമ സ്കൂളിൽ ഒരു നാടകത്തിനും ബഡ്ജറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പിന്നെ അവിടെ സ്റ്റുഡൻസിന് സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് കിട്ടുന്നത്, ഫീസ് അങ്ങോട്ട് കൊടുക്കുന്ന അല്ല, സ്റ്റൈഫൻഡ് അത് പഠിക്കുന്നത്. ഇങ്ങോട്ട് കിട്ടുന്ന സ്റ്റൈഫൻഡ് ഉണ്ട്, സംഗീത നാടക അക്കാദമിയിൽ നിന്ന് കിട്ടുന്ന സ്റ്റൈഫൻഡ് ഉണ്ട്. അത് ഈ പറയുന്ന സാമ്പത്തിക ചുറ്റുപാടുകളൊക്കെ നോക്കിയിട്ടാണ് അതൊക്കെ കൊടുക്കുക. അപ്പോൾ ഈ നാടകം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാണ് നാടകത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യണത്. അപ്പൊ അതുകൊണ്ടൊരു ഗുണമുണ്ട്. ഇപ്പൊ മലയാള സിനിമയുടെ കാര്യം പറയുന്നതിന്റെ കൂടെ നമുക്ക് ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ക്രിയേറ്റീവാ നമ്മുടെ സിനിമകള്, അല്ലേ? നമുക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ ബാഹുബലി പോലത്തെ പടങ്ങൾ ചെയ്യാത്തത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നമ്മൾ കിട്ടുന്ന പൈസ വെച്ചിട്ട് കുറച്ചുകൂടെ
റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ചുകൂടെ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാക്കും എന്ന് പറയുന്ന പോലെ നാടകത്തിന്റെ ക്രിയേറ്റീവ് സൈഡ് ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ അങ്ങനെ കിട്ടുന്ന കുറെ സംഗതികൾ ഒരു പ്രധാനപ്പെട്ടാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഭയങ്കര ലൈഫിന്റെ കുറെ എക്സ്പീരിയൻസ്, ഇങ്ങനത്തെ കുറെ നമ്മൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്, അത് കുറച്ചുകൂടെ റിച്ച് ആണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നാണ് എനിക്കൊരു ഒബ്സർവേഷനിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഇപ്പൊ ബാക്കി NSDയുടെ കാര്യം പറഞ്ഞ് ഇവിടുത്തെ സ്റ്റുഡൻസ് ഡിസൈൻ ചെയ്താൽ മതി. അവര് ഡിസൈൻ ചെയ്യുന്ന കാര്യം വേറെ ആളുകൾ ഉണ്ടാക്കി കൊടുക്കും. ഇപ്പൊ ഡ്രാമ സ്കൂളിൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുന്നോ നമ്മൾ തന്നെ ഉണ്ടാക്കണം. നമ്മളല്ല നമ്മുടെ താഴത്തെ ബാച്ചുകൾ ഉണ്ടാക്കും. അപ്പൊ ഈ ഡയറക്ടേഴ്സ് ദേ ബ്രിങ് ദ ഡിസൈൻസ് ആൻഡ് അതർ പീപ്പിൾ ആൻഡ് ഓൾ ഓഫ് us വർക്ക് ടുഗദർ ടു ക്രിയേറ്റ് ഇറ്റ്. അപ്പൊ ഇതിനെ എങ്ങനെ പ്രാക്ടിക്കലി ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കും, എങ്ങനെ ചെയ്തെടുക്കും എന്നുള്ളതിനും വി ഹാവ് ടു ഫൈൻഡ് എ വേ. സോ അങ്ങനത്തെ ഉള്ളൊരു എക്സ്പീരിയൻസ് അവിടെ ഭയങ്കര കൂടുതലാണ്. പിന്നെ കുറെ ലൈഫ് സ്കിൽസും ഉണ്ട് സ്കൂൾ ഓഫ് ഡ്രാമയുടെ. അപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സമയത്ത് ഞങ്ങളുടെ ഒരു സ്കൂൾ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി വെക്കേഷൻ ടൈമായി, ഏപ്രിൽ മെയ് സമയങ്ങളിൽ. അപ്പൊ എന്താ പറയും, ഹോസ്റ്റലിൽ നമുക്ക് നിൽക്കാം, മെസ്സും ക്യാൻറ്റീനും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ പഠിക്കുന്നവരാണ്, ഡ്രാമ സ്കൂളിലേക്ക് വന്നവരാണ്, അവർക്ക് വേറെ ജോലി ഉണ്ടാവില്ല. അപ്പൊ എല്ലാവർക്കും ഒന്നും വീട്ടിൽ അത്ര നല്ല സാമ്പത്തിക അവസ്ഥ ആവണം എന്നില്ല, അങ്ങനെ ഒരു വലിയ സപ്പോർട്ടും കിട്ടണമെന്നില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ നാടകം ചെയ്യുന്ന സമയത്തൊക്കെ ചില സമയത്ത് പട്ടിണിയായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്നതിൻ്റെ നമ്മുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ എവിടെയെങ്കിലും കേറ്ററിങ്ങിന് ജോലിക്ക് പോകുന്നവരുണ്ടാവും. അപ്പൊ അവരവിടെ ബാക്കി വരുന്ന ഫുഡ് ഡ്രാമ സ്കൂളിൽ കൊണ്ടുവരും. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കുറച്ച് കപ്പയൊക്കെ വാങ്ങിച്ചിട്ട് ഇതൊക്കെ പുഴുങ്ങി കഴിക്കും. പിന്നെ ഡ്രാമ സ്കൂളിലെ ക്യാമ്പസ് വലിയൊരു ക്യാമ്പസാണ്. അവിടെ ഇഷ്ടം പോലെ മാവുണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് മാവുകളുണ്ട്. അതിന്റെ സീസൺ ആണല്ലോ ഏപ്രിൽ മെയ് മാസങ്ങള്. അപ്പൊ പിന്നെ രാവിലെ ഇറങ്ങുക, പെറുക്കുക, മാങ്ങ. ഞാൻ ഇതുപോലെ വെക്കേഷൻ അപ്പൊ പ്രൊഡക്ഷന് പോയപ്പം വീട്ടിൽ നിന്ന് ഇതുപോലെ അമ്മുമ്മ ഒരു പെട്ടി നിറയെ ഔലോസ് പൊടി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ രാവിലെ ആകുമ്പോ ഞാൻ ഈ വലിയ ഡബ്ബയും കൊണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടില് ഞാൻ വെയിറ്റ് ചെയ്യും. ഡിപ്പാർട്ട്മെന്റ് ഗേറ്റിന്റെ ഫ്രണ്ടില് ഔലോസ് പൊടിയായിട്ട് നിൽക്കുക. അപ്പൊ എല്ലാരും വരുന്നവർക്കൊക്കെ ഓരോ സ്പൂൺ ഔലോസ് പൊടി കൊടുക്കും. അപ്പൊ ലൈക്ക് പിന്നെ ഇതുപോലെ ടീച്ചേഴ്സിന്റെ വീട്ടിൽ പോയി അവരുടെ അടുത്തുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തോണ്ട് വരിക, എന്നിട്ട് ഹോസ്റ്റലിൽ ഇൻഡക്ഷനിൽ ഇരുന്ന് കുക്ക് ചെയ്യുക. ബട്ട് എനിക്ക് ഇതിൽ ലാർജ്ലി അഗൈൻ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര റീസെൻ്റ്ലി ആണ് ഈ ഹോൾ തിയേറ്റർ സീൻ കണ്ടു തുടങ്ങിയത്. ആൻഡ് വൺ തിങ് ഐ ഹവ് റിക്കറിംഗ്ലി ഹേർഡ് എവറി പേഴ്സൺ ഇൻ തിയേറ്റർ ടോക്ക് അബൌട്ട് ഈസ് we're trying to build a community here, which is also the sense I get from what you guys say. Now you have a space called Space Effect. Was somewhere this also the thought when you collaborated and decided to start Space Effect or be a part of Space Effect? And I want to build a community that is around theatre, but again, and I've not attended a workshop of yours, but I've also seen there's something completely different that you try to do. Not necessarily idenda parivadi ennu ariyanum acting workshops nu varuna aalkaarundi. So what was that whole thought about? പറഞ്ഞു തുടങ്ങിയതിന്റെ കുറച്ച് സ്പേസ് ഓഫ് ആക്ടിന്റെ തുടക്കത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഞങ്ങൾ ഡ്രാമ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 2018 ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്പേസ് ഓഫ് ആക്ടിന്റെ ഡയറക്ടർ അജിത് ലാൽ ശിവലാൽ, അജിത്തിന് ഒരു ഗ്രാൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗോത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന് ജെൻഡർ ബെൻഡർ എന്ന് പറയുന്ന ഒരു ഇവന്റ് ഉണ്ട്, ഒരു ഫെസ്റ്റിവൽ ഉണ്ട്. ഫെസ്റ്റിവലിൽ ഒരു പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അജിത് ലാലിന് ഒരു ഗ്രാൻഡ് കിട്ടുന്നു. അപ്പൊ അജിത് ലാല് ജാസ്മിൻ വാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പെർഫോമൻസ് ഡിസൈൻ ചെയ്യുന്നു. അപ്പൊ അതിലേക്ക് ഞാൻ, അതുല് എന്ന് പറയുന്ന എൻ്റെ കൂടെ ഒരു സഹപാഠി ഉണ്ട്, അവൻ ശ്രീഹരി എന്ന് പറയുന്ന ഒരു കക്ഷി, അജിത്ത്. അപ്പൊ ഞങ്ങള് അതേസമയത്ത് ഡ്രാമ സ്കൂളിൽ പഠിക്കുകയാണ്. ഈ ശ്രീഹരി മാത്രം അജിത്തിന്റെ കൂടെ NSDയിൽ ഒരു ഡിപ്ലോമ ചെയ്തപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു പീസ് ഉണ്ടാക്കുന്നു. ഒരു ചെറിയൊരു പെർഫോമൻസും പ്ലസ് ഇൻസ്റ്റലേഷൻസും വെച്ചിട്ടൊരു ഒരു സംഗതി ഉണ്ടാക്കിയിട്ട് നമ്മൾ അവിടെ അവതരിപ്പിക്കുന്നു. അപ്പൊ അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മളൊരു സംഘമായല്ലോ, 4 പേര് ചേർന്നപ്പോൾ ഒരു സംഘമായി, നമുക്കൊരു പേര് കാണും. അപ്പൊ അങ്ങനെ നമ്മൾ സ്പേസ് ഓഫ് ആക്ട് എന്ന് പറഞ്ഞൊരു പേരിടുന്നു. തിയേറ്റർ കളക്റ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് ഒരു ഇനീഷ്യൽ സ്പാർക്ക് ഉണ്ടാകുന്നത്. അതിനുശേഷം നമ്മൾ പല വർക്ക്ഷോപ്പുകൾ എടുക്കുകയും ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുത്തവയുണ്ട്, അല്ലാതെ നമ്മൾ ഒരുമിച്ച് സുഹൃത്തുക്കൾ എന്ന രീതിയിൽ ഒരുമിച്ച് പോയി എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എടുത്ത വർക്ക്ഷോപ്പുകൾ നെക്ക സ്പേസ് ഓഫ് ആക്ടിന് ഒരു ബാനർ നമ്മൾ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അപ്പോഴും നമുക്ക് സ്ഥലമില്ല, ഒരു സ്പേസ് ഓഫ് ആക്ടിന് ഒരു ഫിസിക്കൽ സ്പേസ് ഇല്ല. അപ്പോൾ അതിനുശേഷം ഞാനും ഗാർഗിയും കൂടെ കൊച്ചിയിലേക്ക് വരുന്നു. കൊച്ചിയിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾ ഇവിടുത്തെ സാധ്യതകളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. പതിയെ ഞങ്ങൾ അജിത് ലാലിന്റെ വൈഫിനെയും കൊച്ചിയിലേക്ക് എത്തിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു സ്പേസ് എടുക്കാം, ഒരു സ്ഥലം റെന്റിന് എടുത്തിട്ട് നമുക്ക് സ്പേസ് ഓഫ് ആക്ട് ഒരു ഫിസിക്കൽ സ്പേസ് ഉണ്ടാക്കി പരിപാടികളൊക്കെ ആക്റ്റീവ് ആക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം വടുതലയിൽ ഒരു സ്പേസ് റെന്റിന് എടുത്തിട്ട്
അവിടെ ഞങ്ങൾ ആക്ടിവിറ്റികളൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളവിടെ ഭയങ്കര ശബ്ദത്തിന്റെ പ്രശ്നമൊക്കെയാണ്. വലിയൊരു സ്പേസ് ആയിരുന്നു, പക്ഷെ തൊട്ട് അടുത്തുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ എഗ്രിമെന്റ് തിരുത്തിയില്ല, ലൈക്ക് അപ്ഗ്രേഡ് ചെയ്തില്ല. അപ്പൊ പിന്നെ ആ സ്പേസ് വിട്ടു. അതിനുശേഷം ഇപ്പൊ നിലവിൽ സ്റ്റുഡിയോ ഫോണ്ടിയറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. രേണു രാമനാഥ് എന്ന് പറഞ്ഞിട്ടൊരു ആളാണ് അതിൻ്റെ ഇപ്പോഴത്തെ ആള്. ആളുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു രാജൻ കൃഷ്ണ എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള പെയിന്റർ ആയിരുന്നു. പുള്ളിയുടെ ഒരു റെസിഡൻസ് പ്ലസ് ഒരു സ്റ്റുഡിയോ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ള ഒരു സ്ഥലമാണ് ഈ സ്റ്റുഡിയോ ഫോണ്ടിയറ. അപ്പോൾ രേണു ചേച്ചി നമ്മൾ ഡ്രാമ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന, നാടകങ്ങളെ പറ്റിയൊക്കെ എഴുതുന്ന ഒരു ആളാണ്. അപ്പം ചേച്ചിയുമായിട്ടുള്ളൊരു സംസാരത്തിൽ നമുക്കൊരു കൊളാബറേഷനിൽ ആ സ്പേസ് നമുക്ക് ഓപ്പൺ ചെയ്ത് തരികയായിരുന്നു. എന്നിട്ടാണ് ഇപ്പോൾ കാണുന്ന രീതിയിലേക്ക് നമ്മളുടെ പരിപാടികളൊക്കെ എത്തിയത്. പിന്നെ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് ഈ പറഞ്ഞ നാടകം ഉണ്ടാക്കുമ്പോൾ കാണാൻ ആളില്ല എന്നുള്ളൊരു പരിപാടി. അല്ല ഇത് എന്താണ് പരിപാടി എന്നുള്ള ആൾക്കാർക്ക് അറിയില്ല. വൺസ് ഇതിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇത് ഇത്രയും നല്ല പരിപാടിയാണല്ലേ എന്നുള്ള തിരിച്ചറിവുണ്ടാകുക, പിന്നെ അതിൽ തന്നെ നിലനിൽക്കുക. അങ്ങനെ ഇപ്പോൾ ഞാനാണെങ്കിൽ ഭയങ്കര സോഷ്യൽ സ്കിൽസ് ഇല്ലാത്ത ഒരാളാണ്. ഈ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. അജിത്ത് നേരെ തിരിച്ചിട്ടുള്ള ആളാണ്. അജിത്ത് എവിടെ പോയാലും ആൾക്കാരായിട്ട് കണക്ഷൻസ് ഉണ്ടാക്കും, അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്പേസ് ഓഫ് ആക്ടിന്റെ ഒരു സ്പേസിലേക്ക് ആൾക്കാർ വന്ന് ആൾക്കാർക്ക് അതിന്റെ നാടകത്തിന്റെ രസം, അജിത്തിന്റെ രസം, നാടകങ്ങളുടെ രസം ഇതൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കിന് അവരും നമ്മുടെ കൂടെ പാർട്ടാവാൻ തുടങ്ങി. ഒന്നെങ്കിൽ ഏതെങ്കിലും നാടകങ്ങൾ വരുമ്പോൾ അതിൽ വർക്ക്ഷോപ്പിന് വന്നു പോകുന്നവരാണെങ്കിലും പിന്നെ നാടകങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ പങ്കാളി അഭിനയിക്കാൻ വേണ്ടി മാത്രമല്ല, വെറുതെ സ്പേസിൽ വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി പതുക്കെ ബിൽഡായി വന്നു. അപ്പോൾ സെയിം ടൈം ഇപ്പോൾ ബ്ലൂ കോളറിന്റെ കാര്യം പറഞ്ഞ പോലെ പല പല സ്പേസുകൾ ഉണ്ടാവാൻ തുടങ്ങി. കൊച്ചിയിൽ അവിടെ ഇവിടെയായിട്ട് രസ തിയേറ്റർ കളക്റ്റീവ്, ഈ ബ്ലൂ കോളർ, ആല്, തുടിപ്പ്, ശാലത്വം എന്നൊക്കെ പറഞ്ഞിട്ട് പല പല സ്പേസുകൾ വന്നു. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കുറേ ആൾക്കാരുണ്ടായി ഈ എല്ലാ സ്പേസുകളായിട്ട് സഹകരിക്കുന്ന. ഇപ്പം നമ്മൾ സ്പേസ് ഓഫ് ആക്ട് ഈ വടുതലെ സ്പേസ് എടുക്കുന്നതിന് മുമ്പ് കൂടുതലും കൊളാബ് ചെയ്തിട്ട് തുടിപ്പുമായിട്ടായിരുന്നു. ഇപ്പോൾ തുടിപ്പിൽ അജിത്ത് കൂടുതൽ വർക്ക്ഷോപ്പുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ള കൊളാബറേഷൻസ് ഇപ്പോഴും സ്പേസിലാണെങ്കിൽ എന്തെങ്കിലും ഒരു നാടകമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തുടിപ്പിൽ പോയിട്ട് ചിലപ്പോൾ സ്പീക്കർ എടുക്കും, അല്ലെങ്കിൽ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ. അപ്പോൾ എല്ലാവരും അങ്ങനെ സഹകരിച്ചിട്ടൊക്കെ ഒരു സംഗീതത്തിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അങ്ങനെയുണ്ട്. ഒന്ന് അവർക്ക് ഭയങ്കര താല്പര്യമുണ്ട് ഇങ്ങനത്തെ സ്പേസുകൾ, പെട്ടെന്ന് ഇങ്ങനെ സ്പേസ് എമർജ് ചെയ്ത് വരുന്നു. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി അറിയാൻ, പങ്കെടുക്കാൻ ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയൊരു കാര്യം, ഇപ്പം നമ്മൾ സ്പേസ് ഓഫ് ആക്ടിനാണെങ്കിൽ ഒരു നാടകം ചെയ്യുന്ന സമയത്ത് ഈ നാടകം വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടോ ഇത് കണ്ടിട്ടോ വന്ന ആൾക്കാർ തന്നെ ഓഡിയൻസ് ആയിട്ട് വരികയോ അല്ലെങ്കിൽ അവർ വഴി ആൾക്കാർ വരികയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നാടകം വെച്ച് കഴിഞ്ഞാൽ വരും ഉറപ്പുള്ള ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. അത് തന്നെ വലിയൊരു സംഗതിയാണ്. നമ്മളൊരു നാടകം ചെയ്തു, അത് കാണാൻ ഇത്ര ആൾക്കാരുണ്ട്. അത് ഓരോ തവണ കഴിയുമ്പോഴും ആ കമ്മ്യൂണിറ്റി ഇങ്ങനെ വലുതായി വരുന്നുണ്ട്. കണ്ടവർ കാണാത്തവരോട് പറയുന്നു, അല്ല അവരാരെങ്കിലും കൂട്ടി വരുന്നു. അപ്പൊ അതൊരു പ്രതീക്ഷയാണ് നാടകത്തിന് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായി വരുന്നത്. പിന്നെ ആണെങ്കിലും ഇപ്പൊ കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പൊ ഇവർ ഈ ബൈ ബൈ ബൈപ്പാസ് ഒക്കെ ചെയ്തല്ലോ റോഷൻ, അപ്പൊ അവർക്ക് കുറച്ചുകൂടെ അല്ലെങ്കിലും ആൾക്കാർ അറിയുന്നതാണല്ലോ അവരുടെ സോഷ്യൽ ഹാൻഡിൽസ് വഴിയാണെങ്കിലും. അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് നാടകത്തെ പറ്റി എത്തുന്നു. അപ്പൊ അവര് വന്നിട്ട് അവരുടെ നാടകം കാണുമ്പോൾ തന്നെ ഓക്കെ നാടകം രസമുള്ള സംഗതിയാണെന്ന് അറിയുന്നു. പിന്നെ അവര് വഴി മറ്റു നാടകങ്ങൾ നടക്കുന്നതിനെ പറ്റി അറിയുന്നു. അപ്പൊ അങ്ങനെ ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ആവുന്നതിലൊരു ഹോപ്പ് ഉണ്ട്. ഞങ്ങൾക്കൊക്കെ എക്സിസ്റ്റ് ചെയ്യണമല്ലോ നാടകക്കാരനായിട്ട്. പ്യൂർലി ഞാനിപ്പോ മൊത്തത്തിൽ നാടകം ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ സിനിമയോ വേറെ പരിപാടികളൊന്നും നിലവിൽ ചെയ്യുന്നില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവനോപാധിയും കൂടെയാണ് നാടകം എന്ന് പറയുന്നത്, അജിത്തിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഞങ്ങളുടെ ഒരു ഹോപ്പാണ് ഇങ്ങനെ കമ്മ്യൂണിറ്റി വലുതാവുന്നത്, ആൾക്കാർ വരുന്നത്. പറയൂ, എന്താ ചോദ്യം ഞാനിപ്പോ മറന്നു. അത് ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞു, കമ്മ്യൂണിറ്റിയുടെ കാര്യവും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ തോന്നിയത്, എങ്ങനെയോ ഈ ആർട്ടിസ്റ്റ് സ്പേസിലേക്ക് വരുന്നവർ അല്ലെങ്കിൽ തിയേറ്റർ സ്പേസിലേക്ക് വരുന്നവർ നല്ല മനുഷ്യന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഈ ഒത്തുകൂടുന്നതും ചേരുന്നതും ഒക്കെ. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള നാടകം ഒരാളെ ആദ്യം ഒരു നല്ല മനുഷ്യനാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. കൂടുതലും എമ്പതറ്റിക് ആവുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ഇമോഷണൽ പൊസിഷൻ എന്തോ അതിന്റെ റീസൺ ഒന്നും എനിക്കറിയില്ല. നല്ല അതിനോട് അങ്ങനെ കംപ്ലീറ്റ് യോജിപ്പൊന്നും ഇല്ല. എല്ലാവരും ആവുന്നല്ല ഞാൻ പറയണത്. ഇപ്പോ നമുക്ക് അറിയാവുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകള് they're not as political as their art, or they're not as good as their art. So I don't believe in that. അതിപ്പോ ലേഡ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ലൈക്ക്
പക്ഷെ പൊതുവേ എനിക്ക് എന്തോ ഞാൻ ചെറുപ്പം തൊട്ട് നാടകം ചെയ്യുമ്പോൾ കൂട്ടത്തിലുള്ളവരൊക്കെ നല്ല മനുഷ്യരാന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഗ്യാദർ ചെയ്യുന്ന സമയത്ത് ഒരു നല്ല മനുഷ്യരുടെ കൂട്ടം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊരു സ്പേസ് ഓഫ് ആക്ടിനെ പറ്റിയിട്ട് എനിക്ക് നല്ല അഭിപ്രായമാണ്. ലൈക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളുകൾ ലൈക്ക് ആസ് ഹി സെഡ് ദേ ഓൾ ഓഫ് ദാറ്റ് ടൈപ്പ്, ലൈക്ക് വെരി ഗുഡ് കൈൻഡ് ഹ്യൂമൻ ബീങ്സ്. പക്ഷെ ഞാൻ ജനറലി പറയാണ്, ഇൻ എ ബിഗർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു ബിഗർ സൊസൈറ്റി, ഒരു കമ്മ്യൂണിറ്റി എടുക്കുകയാണെങ്കിൽ ആ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ജസ്റ്റ് ബിക്കോസ് സംബഡി ഈസ് എൻ ആർട്ടിസ്റ്റ്, അത് എനിക്കൊരു അതും ആക്ച്വലി ലൈക്ക് ഇപ്പൊ അറിയാവുന്ന ആളുകളിൽ തന്നെ ഒരു ആർട്ടിസ്റ്റിനെ പറ്റിയുള്ള ഒപ്പീനിയൻ, ഒരു വെൻ എ മാൻ ആൻഡ് വുമൻ സെസ് എൻ ഒപ്പീനിയൻ അബൌട്ട് ദ സെയിം പേഴ്സൺ, ഇറ്റ്സ് വെരി ഡിഫറെന്റ്. അപ്പൊ ആ പെർസ്പെക്റ്റീവ്, ജെൻഡറിന്റെ പെർസ്പെക്റ്റീവ് ഉണ്ടാവും നമുക്ക് ഇത് പറയുമ്പോ. പിന്നെ എല്ലാ സൊസൈറ്റിയുടെ ഓരോ ചെറിയ ചെറിയ വെർഷൻസ് ആണല്ലോ എല്ലാ സൊസൈറ്റിയിലുള്ള മനുഷ്യർ ചെയ്യുന്ന ഓരോ ജോലിയുടെ ഉള്ളിൽ വരുന്ന ഒരു ജോലിയാണല്ലോ ആർട്ടിസ്റ്റ്. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന സ്കെയിലിൽ എല്ലാം ഉണ്ടാവും, നല്ലതും മോശം. പൊതുവെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത് പുറത്ത് വേറെ സർക്കിളിൽ പോകുമ്പോഴും ഇതിനകത്തോട്ട് വരുമ്പോൾ അത് ശരിയാട്ടോ. ലൈക്ക് ബാക്കി എവിടെന്നെങ്കിലും ഒക്കെ തിയേറ്ററിലേക്ക് തിരിച്ചെത്തുമ്പോ പേടിക്കണ്ട, ഇവിടെ ഞാൻ ഓക്കെയാണ്, ഇത് എന്റെ സ്പേസ് ആണ്. അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് വേറെ ഏതെങ്കിലും വർക്ക് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്നൊരു റിജിഡ് സ്വഭാവം, അല്ലെങ്കിൽ ലൈക്ക് ഒരു വി ആർ ഓൾവേസ് ഗാർഡ്സ് അപ്പ് ആണ്. പക്ഷെ തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് വി ടെൻഡ് ടു ബിക്കം വൾനറബിൾ. ഐ ആക്ച്വലി അഗ്രി വിത്ത് ദാറ്റ്. ഞാൻ മറ്റേ ആ ഒരു സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റേ ഈ പറഞ്ഞ പോലെ ഗാർഡ്സ് ഒന്നുമില്ല, ഷീൽഡ് ഒന്നുമില്ല, വെരി comfortable within that space. Yeah, which is good and bad. Yeah, but let's look at the bright side. I'm trying to. So, I want to come to something you had mentioned long back in one of your interviews about theatre, wherein you said, again, the question was something on the lines of, theatre കാണാൻ എന്തുകൊണ്ട് ആൾക്കാർ അധികം വരുന്നില്ല. And then you had mentioned something like, തിയേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിൽ ആദ്യം വരുന്ന ഇമേജസ് ഭയങ്കര പ്രൊട്ടസ്റ്റിംഗ് അല്ലെങ്കിൽ റിബൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ആദ്യം ഇവരുടെ ആശയങ്ങൾ പറയാൻ തുടങ്ങിയ ഒരു സാധനം. പക്ഷെ there's actually a lot more things that's happening in theatre. Do you think that's changing now? And I'll tell you why I have that in mind. But yeah, do you think that's changing now? Actually, അത് ഈ റെബല്യസോ പൊളിറ്റിക്കലോ ആയതുകൊണ്ട് കാണാൻ വരുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് യൂഷ്വലി ലൈക്ക് അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മൾ തിയേറ്ററിന് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് വാസ് ഓൾ ഫ്രീ. ദാറ്റ് വാസ് ദ പോയിന്റ്. ബിക്കോസ് ആ സമയത്ത് അത് ഫ്രീ ആണ്. ബിക്കോസ് ഇറ്റ്സ് ദ മേക്കേഴ്സ് തിങ് ടു ലൈക്ക് റീച്ച് ഔട്ട് വിത്ത് ദെയർ മെസ്സേജ്. സ്ട്രീറ്റ് തിയേറ്റർ ആയാലും അപ്പോൾ ഓഡിയൻസിന് ഇത് വളരെ ഫ്രീ ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. സോ paying for it, taking ticket for something that used to be free, it's not a culture. Right. So it's about that. Yeah, makes sense. Yeah. Yes. Okay. But now when both of you, I'm assuming, are completely into this, you're completely into art, you're completely into theatre. I know you've done a couple of films, but ultimately both of you are completely into theatre. അപ്പോൾ ഒന്ന് ഭയങ്കര അൺസർട്ടനിറ്റി ഉള്ളൊരു ഏരിയ ആണ്. And it takes a lot to just choose art as a profession, not because it demands a lot out of you, but it's also about നമുക്ക് തന്നെ കുറെ ആവശ്യമില്ലാത്ത കുറെ ഡൗട്ട്സ് ഉണ്ട്. There are days when you're like, what am I even doing? But then you also know this is the only thing that can give you a lot of happiness. അപ്പോൾ how do you hold yourself together through it all? Like this is what I want to do. How do you try to stay true to that dream? And how difficult is it to, like, ഇപ്പം I'm sure പേരൻസ് സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് വിൽ ബി ഡിഫറെൻറ്റ്, ബട്ട് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും ഇനി അങ്ങോട്ട് എനിക്ക് ഇതാണ് ചെയ്യണ്ടേ എന്നുള്ളതും ആ ഒരു അതന്നെ ഒരു ജേർണി ആണല്ലോ. ഹൗ ഡു യു ഹോൾഡ് യുവർ ഗ്രൗണ്ട് ത്രൂ ഇറ്റ് ഓൾ? ഇപ്പം ഞാനിപ്പോൾ ഡ്രാമ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ ആദ്യത്തെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞൊരു ഇന്റർനാഷണൽ ആർട്ടിസ്റ്റ് ആണ്. ഇന്റർനാഷണൽ ആർട്ടിസ്റ്റ് ഇൻ ദ സെൻസ് ഞാൻ ഒരുപാട് അന്താരാഷ്ട്ര നാടക കമ്പനികളിൽ ആക്ടർ ആയിരിക്കണം. ഞാൻ പല രാജ്യങ്ങളിൽ പല കമ്പനികളിൽ മാറി മാറി നാടകങ്ങളിൽ അഭിനയിക്കുന്ന ഒരാളായിരിക്കണം. വലിയ വലിയ തിയേറ്റർ കമ്പനികളുണ്ട് ഇന്റർനാഷണൽ ഭയങ്കര പ്രസിദ്ധമായിട്ട്, അവിടെയൊക്കെ ആക്ടർ ആയിരിക്കണം. സ്വാഭാവികമായിട്ടും അതൊക്കെ ചെയ്യുന്ന സമയത്ത് പണം ഉണ്ടാവും, പിന്നെ ഞാൻ ഇഷ്ടമുള്ള കാര്യമാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു തോന്നലിലൊക്കെയാണ്, അതൊക്കെയാണ് അന്നത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഡ്രാമ സ്കൂൾ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി
അല്ല ഇമ്മീഡിയറ്റ് ആയിട്ട് മനസ്സിലായി ഒരു പോസ്റ്റ് ഗ്രാജുവേഷനോടെ ചെയ്യണം. അക്കാഡമിക്കലി ഒരു ഗ്രൗണ്ടിങ് കൂടെ വേണം എന്ന് തോന്നി. ഞാൻ PG എടുത്തു. PG കഴിഞ്ഞിറങ്ങിയപ്പോൾ കൊറോണയായി. എല്ലാത്തിനും ഒരു തീരുമാനമായി. ഓക്കെ, അപ്പോൾ കൊറോണ കഴിഞ്ഞതിന് ശേഷം പിന്നെ PG തൊട്ട് ഞാനും ഗാർഗി ഒരുമിച്ചാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ ജീവിതം ഒരുമിച്ചായ സമയത്ത് ഇത്തരം ആഗ്രഹങ്ങളും മുന്നിലുണ്ട്. പക്ഷേ നമ്മളിത് ഇനീഷ്യലി വിചാരിക്കുന്ന പോലെ എളുപ്പവുമല്ല. മാത്രമല്ല നമ്മൾ ഈ സിനിമ എന്നൊക്കെ കാണുന്ന പോലെ അത്ര ഓർഗനൈസ്ഡും അല്ല ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഈ തിയേറ്റർ എന്നൊക്കെ പറയണത്. വളരെ പണിയാണ് അങ്ങനത്തെ ഒരു, അല്ലെങ്കിൽ അങ്ങനെ വേറെ തരത്തിലുള്ള കുറേ എക്സ്പോഷറും ട്രെയിനിങ്ങും അങ്ങനെ കുറേ സംഗതികളൊക്കെ വേണ്ടി വരും അതിനൊക്കെ. എന്തായാലും ഞങ്ങൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾക്കുള്ള വരുമാനം എന്ന് പറയുന്നത് വജ്ര ജൂബിലി ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഫെലോഷിപ്പ് പദ്ധതിയുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, നമ്മൾ ഏത് ലോക്കൽ ബോഡിയാണോ എടുക്കുന്നത് അവിടെ നമ്മൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ട് കലാപരിശീലനം കൊടുക്കണം. അപ്പോൾ അതിൽ എനിക്കുണ്ട് ഗാർഗിക്കുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നതാണ് ആക്ച്വലി ഞങ്ങൾക്ക് ലൈക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം കിട്ടുന്ന സമയത്ത് ഞങ്ങൾ വർക്ക്ഷോപ്പുകൾ എടുക്കുന്നുണ്ട്, അതിൽ നിന്നൊക്കെ ഇൻകം ഉണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര നമുക്ക് അൺസർട്ടൺ ആണല്ലോ, എല്ലാ മാസം ഉണ്ടാവണം എന്നൊന്നും ഇല്ല. അവർ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ പഠിക്കുന്ന കാലത്ത് അതത്ര ആക്ടിവായിട്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. അങ്ങനെ ആ ഫെലോഷിപ്പ് എടുത്തിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത്. ആ സമയത്താണ് ഞാനും ഗാർഗിയും കൊച്ചിയിലേക്ക് മൂവ് ചെയ്യുന്നത്. മൂവ് ചെയ്യണ സമയത്ത് ഈ ഫെലോഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എൻ്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നിൽക്കണേ ഉള്ളൂ. ബേസിക്കലി ഞങ്ങൾക്ക് വേറെ തരത്തിൽ അങ്ങനെ വരുമാനമൊന്നും ഇല്ല പറയാം. ലൈക്ക് സിനിമകളുണ്ട്, ഒരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് എമൗണ്ട് വരും, അതുകൊണ്ട് കുറച്ച് കാലം ഓടും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ ഞങ്ങള് ഇങ്ങനെ വീടൊക്കെ നോക്കണ സമയത്ത് ഞങ്ങൾ എടുക്കണ വീട് കൊടുക്കണ വാടകയെക്കാട്ടിലും കുറവാണ് ഞങ്ങളൊരു മാസം ഉണ്ടാക്കുന്ന പൈസ എന്ന് പറയുന്നത്. വാടക ഒരു എമൗണ്ട് ഉണ്ട്, അതിതും വളരെ കുറവാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന പൈസ. എന്നിട്ട് ഞങ്ങൾ എടുത്തു, നമുക്ക് ഉണ്ടാക്കാം വരും എന്ന് പറഞ്ഞ് ഞങ്ങൾ വീടെടുത്തു. പക്ഷെ എന്തുകൊണ്ടോ അത് തൊട്ട് ഇതുവരെ ലൈക്ക് അങ്ങനെ സാമ്പത്തികമായിട്ട് അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ പോലും വർക്കുകൾ വരുന്നുണ്ട്, ഏതെങ്കിലും തരത്തിൽ വർക്കുകൾ വരുന്നുണ്ട്. ഇത്തരം സാമ്പത്തികമായിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പ്രതീക്ഷയാണല്ലോ. ഇപ്പോ PG കഴിഞ്ഞു, ഇടയ്ക്ക് ഞാൻ വേറൊരു ഡിപ്ലോമ ചെയ്തു, ഇപ്പൊ PhD ചെയ്യുന്നു. ഇപ്പൊ അക്കാഡമിക്കലി നമ്മളിങ്ങനെ കുറച്ച് ഇങ്ങനെ നമ്മളുടെ ഒരു ഡെപ്പോസിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിനനുസരിച്ച് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ തിയേറ്ററിലും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു, സിനിമകൾ വരുമെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ മാത്രമല്ല, ഈ ഫ്രീലാൻസിങ് എന്ന് പറയുന്ന എവിടെയും അൺസർട്ടനിറ്റി ആണല്ലോ. സോ ലൈക്ക് ദാറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ തിയേറ്റർ, എല്ലാ ഫീൽഡിലും ആ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ ലൈക്ക് അത് ഞാൻ എപ്പോഴും വിചാരിക്കും, ഞാനിപ്പോ ഒരു ആക്ടർ ആയതുകൊണ്ട് എപ്പോഴും ഐ ഹാവ് ടു വെയിറ്റ് ഫോർ സംവൺ ടു ക്രിയേറ്റ് എ വർക്ക് സോ ദാറ്റ് ഐ കൻ വർക്ക്. അപ്പൊ എനിക്ക് ഇടയ്ക്ക് അപ്പൊ ഈ ഡയറക്ടേഴ്സിനോട് ഭയങ്കര പ്രശ്നം എനിക്കിങ്ങനെ തോന്നും. ലൈക്ക് അറ്റ്ലീസ്റ്റ് ലൈക്ക് ഇഫ് ഐ വാസ് എ റൈറ്റർ I could create or a director, like I could just create. പക്ഷെ അത് വിചാരിക്കുന്ന സമയത്ത് then again the problem is if I was a director I have to shoulder all that weight. ഞാൻ ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇതുപോലെ ആക്ടേഴ്സിനെ കണ്ടുപിടിച്ച് വിളിച്ച് സ്പേസ് ഉണ്ടാക്കി ഇതെല്ലാം ഞാൻ ചെയ്യണം. ഇപ്പൊ I just have to go and actually come back. So the like pros and cons അവിടെ ഉണ്ട്. പിന്നെ ഈ അൺസർട്ടനിറ്റി ലൈക്ക് വെൻ യു സ്റ്റെപ്പ് ഇൻ ടു തിയേറ്റർ, ആ മൊമെന്റിൽ തന്നെ ഇതായിരിക്കും, ഈ അൺസർട്ടനിറ്റി ആയിരിക്കും ഇനി ലൈഫിൽ എന്നുള്ള കാര്യം ഓൾമോസ്റ്റ് മൈൻഡ് അതിലേക്ക് സെറ്റ് ആയിരിക്കും. പിന്നെ ഇപ്പൊ ഇതുപോലെ ലൈക്ക് കുറച്ച് നാൾ വാട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു അവസ്ഥ വരുന്ന സമയത്ത് വാട്ട് ഹെൽപ്സ് മീ ഈസ് അഗൈൻ ദിസ് കമ്മ്യൂണിറ്റി. Because like there's somebody to rely on, or like when you see something good happens to someone else in the community, appo namakku okay, something is happening, something good is happening, so it will happen for me too. How lovely. So sweet. Now I'll tell you why I kept talking so much about community and space effect in theatre becoming humorous is because I recently saw the land beyond the land of Hattamala. Okay. So that is the most fun I've had. ഞാൻ ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് പോയിരുന്ന് കണ്ടിട്ട് കുറേ ചിരിച്ച് കണ്ടൊരു പ്ലേ ആണ് ബിയോണ്ട് ദ ലാൻഡ് ഓഫ് ഹട്ടമല. Just your memory with Beyond the Land of Hattamala. And Grishma was the person performing.
ഞാനതിങ്ങനെ പ്ലേ കണ്ടു കഴിഞ്ഞപ്പോൾ ഐ റിമെമ്പർ ഐ ടോൾഡ് ഓക്കെ ഗ്രീഷ്മ ബൈ എനിക്ക് ഐ ഹാവ് ടു ഗോ ക്രൈ ഇറ്റ്സ് എ മൺഡേ ടുമോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഷീ സെഡ് എടാ എല്ലാം ശരിയാവട്ടോ. And that's the second or third time I'm meeting Grishma. And I remember from then on, every time I think of Beyond the Land of Hattamala, for me, it's a very aspirational world. Imagine one day everyone getting to do whatever they want to do and they're just happy about it. എനിക്ക് ഒരു മറ്റേ glimmer of hope പോലെയൊക്കെയാണ് Beyond the Land of Hattamala. So what was it like for you just performing it? You've done multiple shows with Beyond the Land of Hattamala. Just your memory and your thoughts about ഞാനതിൽ ആക്ച്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇത് ഡിവൈസിങ് പ്രോസസ്സിൽ ഞാൻ ഉണ്ടായിട്ടില്ല. അപ്പൊ ഗ്രീഷ്മയ്ക്ക് കുറച്ച് നാള് ഷോസിന് അവൈലബിൾ അല്ലാതെ വന്നപ്പോഴാണ് ഐ സ്റ്റെപ്ഡ് ഇൻ. Okay. അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് പ്ലേ ഉണ്ടായതിന് ശേഷമാണ് ചെയ്യുന്നത്. ലൈക്ക് എവറി ടൈം വെനെവർ വി ആർ ഇൻ സ്പേസ് ഓഫ് ആക്ട് ഇറ്റ് ഡസന്റ് ഫീൽ ലൈക്ക് വർക്ക്. Right. എനിക്കങ്ങനെ ഒരു വർക്ക് ഫീൽ. ഇപ്പൊ വേറെ എവിടെയെങ്കിലും റിഹേഴ്സലിനൊക്കെ പോകുമ്പോൾ ഓ ഐ എം ഹിയർ ഫോർ വർക്ക് എന്നൊക്കെ ഞാൻ വിചാരിക്കും. പക്ഷെ സ്പേസ് ഓഫ് ആക്ടിൽ ഇറ്റ്സ് നോട്ട് ഇറ്റ് ഓൾ ലൈക്ക് ദാറ്റ്. ലൈക്ക് ഇറ്റ്സ് ആ ഹോം. Yeah. സോ ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ ചിലപ്പോ ഇരിക്കാതെ ചിലപ്പോൾ പോയിട്ട് സ്പേസിലിരിക്കും എല്ലാവരും കൂടെ. സ്പേസിലിരുന്ന് എന്തെങ്കിലും ഡിസ്കഷനും ചർച്ചകളൊക്കെ ആയിട്ട് വിൽ ജസ്റ്റ് ലൈക്ക് ചിൽ ദേ. Still there. Huh. സോ ദാറ്റ്സ് ദ കൈൻഡ് ഓഫ് സ്പേസ് ദാറ്റ് ഇസ്. Hmm. അപ്പൊ വെൻ വി ഗോ ലൈക്ക് എല്ലാവരും നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ്. ആക്ടേഴ്സ് ലൈക്ക് they are all people who've been with us for long. So it's just I don't know, it just happens. It's just automatic. Well, I feel like it's that fun that's also seen in the play. I mean, I'm sure the play Radioli's kadekana but that camaraderie, that comfort, that fun you've had creating this, I think also translates to the stage. പിന്നെ അജിത്ത് ഒരു കുറച്ച് ഒരു എക്സെൻട്രിക് ഫൺ ആണ് അവൻ. അജിത്തിന്റെ ഹിസ് ലൈക്ക് ഇങ്ങനെ എപ്പോഴും ഫണ്ണിൻ whatever he does is fun always. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. Okay. Not just as I an should be artist. talking to him. You should definitely talk to him. Ajit Lal, please give dates. Please recommend. Ajit, next podcast by Ajit Lal for Steffi, please. Okay. So like അജിത്തിന്റെ ആ ഒരു eccentricity of this fun thing is like അത് ഹട്ടമലയിലുണ്ട്. ഈവൻ ദ ആക്ടേഴ്സ് ക്രിയേറ്റിംഗ് ദാറ്റ് എല്ലാരും ഈ പറഞ്ഞ പോലെ ഇറ്റ് ഫീൽസ് ലൈക്ക് വി ആർ പ്ലേയിങ്. ആക്ച്വലി ദാറ്റ്സ് ദ തിങ്. വി ആക്ച്വലി പ്ലേ ദേർ. Right. Creating a play. It is a play. Yes. So I think that's what makes it really fun. Really fun. Now, I know we've been talking so much about theatre, but it'll be criminal of me if I don't ask her one question about Narayani. So just one question. Okay. For me, everything about Narayani was new to me. The entire film. Narayaniന്റെ 3 ആൺമക്കൾ. First of all, അത് ഞാനും അച്ഛനും by chance we struck upon that film. We were just casually going through Prime and my dad was like, George, Suraj Anyaramud and this person. Why haven't we watched this film? Okay, we'll watch this film. അങ്ങനെ വളരെ ബൈ ചാൻസ് കണ്ടു തുടങ്ങിയ ഒരു പടമാണ്. And that film felt very fresh, very new because മൊത്തത്തിൽ എനിക്കറിയില്ല, I don't know what magic that is, but that film felt very new. But there's this one moment in that film that I keep revisiting that stays with me even today. I was just talking to her. Don't tell me it's butterfly. Thank you. Okay. Next. It's the last scene of the film. That one moment where Thomas's character is about to leave and Suraj says, Kandile, no, I kandittu vannode ennu parnju comes to you, and then there's one conversation that both of you have, and we all know that you evidently have a lot going on in your head. First is, how do you sort of crack something like that in that one scene? Okay, I mean, I know you end up telling that ഞാൻ ഇത്തിരി messed up ആണ്, ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി and all of that, but even before you enter in, you know she's not okay as much as he is not. Okay, and there's so much emotion, there's so much innocence in that scene. I've read an interview wherein you said, പക്ഷെ ഇവളോട് ആദ്യം സ്നേഹം കാണിച്ചത് ഇവനാണ്, or സേതുവേട്ടൻ അല്ലാണ്ട് the only person she could connect to was him. What was going through your head when you were in that scene or in that moment about Narayani as a whole? Like, thank you for noticing that scene. Like, you're the first person. No,
actually the second person to Okay. tell me. It's okay. I'm still good with No, this. first person was the director actually, Sharan. അപ്പൊ പിന്നെ ഞാൻ തന്നെ Okay. കൊള്ളാം. First audience to talk about that scene, because mostly when people say that butterfly scenes connect to people, Hmm. especially youngsters, അപ്പോൾ യൂഷ്വലി എല്ലാവരും എന്നോട് ആ സീനിനെ പറ്റിയാ സംസാരിക്കാറ്. Hmm. പക്ഷെ എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമുള്ളൊരു ഷോട്ടാണ് ദാറ്റ് Yeah. ലാസ്റ്റ് ഷോട്ട്, എസ്പെഷ്യലി ആഫ്റ്റർ തോമസ് leaves, Yeah. when Atira is alone in that room. And I felt so bad that she's not crying. She's like, I want like, can I give you a hug? Do you want to like break down? It's okay. Yeah, I really like that shot. Yeah. But what was going on എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കൊരു പ്രശ്നമുള്ള ആഫ്റ്റർ ദ വർക്ക് ഐ forget most of the things, how it was done, how I went through, like how I did it. അതൊക്കെ മോസ്റ്റ്ലി ഞാൻ മറക്കാറുണ്ട്. പക്ഷെ what generally helps me when I act is like thought process ഞാൻ കറക്റ്റ് ആയിട്ട് ലോക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. So most of the works that I've done, I have written works about all of it. So ഞാൻ എല്ലാം ഇതുപോലെ what does that character go through എന്ന് എൻ്റെ മൈൻഡിൽ വന്ന് ഞാൻ പെട്ടെന്ന് മറന്നു പോയാലോ എന്ന് വെച്ചിട്ട് I'll note it down and keep. Off the record, please send it to me. ഇപ്പൊ ഈ നാരായണി വർക്ക് ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ ഞാനും തോമസും കൂടെ ഇരുന്നിട്ട് ഓക്കെ ദിസ് ഹാപ്പൻസ് ഓൺ ഡേ 1, സോ ദിസ് ഹാപ്പൻസ്. സോ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡേ 2 നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കോൺവെർസേഷൻ ഇത്രയൊക്കെ കഴിഞ്ഞ് കാണുമ്പോൾ ഡേ 3 ആകുമ്പോഴേക്കും അവർ ഇങ്ങനത്തെ ഒരു കണക്ഷനിലേക്ക് എത്തിക്കാണും. സോ വി വർ ലൈക്ക് ഇരുന്ന് ഓരോ ഡേ ബൈ ഡേ ഓരോ കോൺവെർസേഷൻ കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ദാറ്റ് ടു ദാറ്റ് ക്യാരക്ടർ. ചിലപ്പോൾ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ഒരു എന്തെങ്കിലും കോൺവെർസേഷൻ അവർ തമ്മിൽ ഉണ്ടായിരിക്കാമോ. സോ വി ക്രാക്ക് ഇറ്റ് ഡൗൺ ലൈക്ക് ദാറ്റ്. അത് ഞാൻ എപ്പോഴും പോകുന്നൊരു പ്രോസസ്സ് അതാണ്. സോ ലൈക്ക് ഈ ഡേ 1 തൊട്ടുള്ള സാധനങ്ങൾ എഴുതി അവസാനത്തെ ഷോർട്ടായപ്പോൾ ഐ ഹാഡ് ദിസ് മച്ച് ഓഫ് തിങ്സ് ഹാപ്പനിങ് ഇൻസൈഡ് മീ. Right. Okay. So that I think that helped me a lot when I was doing it. പിന്നെ അതില് ഈ ഫിഷ് ടാങ്കിൽ ഒരു മറ്റേ ഗോൾഡ് ഫിഷ് ഉണ്ട്. അപ്പോൾ ആ ഷോട്ടിന്റെ സമയത്ത് when I looked at it, I felt like looking at a mirror. Ayyo. So like actually I was actually looking at that fish ആ ഷോട്ടില്. Yeah. അപ്പൊ ഞാൻ വേറൊന്നുമില്ല, ഞാൻ ഇതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് I was feeling very empathetic for the fish. Right. Okay, I remember that part, like, my God, what is it gonna do? Yeah. No, fair. I mean, അപ്പൊ ആ മൊമെന്റില് എനിക്ക് it felt like a mirror or a reflection point ആയിരുന്നു. Yeah, so എൻ്റെ ഒരു ഓർമ്മയിൽ ഇത്രയൊക്കെ ആയിരുന്നു ആ സമയത്ത് മൈൻഡിലൂടെ പോയിക്കൊണ്ടിരുന്നത്. do you think this is just a question I like to ask. I mean, I've always ഞാൻ എന്തെങ്കിലും ഇന്റർവ്യൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവരോടൊക്കെ ഇത് ചോദിക്കണം. Do you think after that moment, okay, after Thomas's character had left, Nikhil. Yeah. After Nikhil had left, and let's say Nikhil doesn't come back, okay, we still don't know, but let's just say I have assumed it like this. Okay. Let's just say Nikhil doesn't come back. Do you think that night, if Sethuvaithan and Adira sits down for a conversation, do you think she would break down at least there? And do you think Sethuvaithan's ephemeral theory would still be valid there? അവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. Because I don't think Atira feels safe to put the guard down in any space. Yeah. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിഖിലിന്റെ അടുത്ത് അങ്ങനെ ഒരു സ്പേസ് കണ്ടെത്തിയപ്പോൾ their relationship moved in this direction. Might be that might have been the first time that she's letting the guard down. So ചിലപ്പോൾ she would tell him what happened. അതും അന്ന് രാത്രി പറയുമോന്ന് എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ട്. Okay. maybe one day. And ഇവര് സംസാരിക്കുന്നത് ഭയങ്കര ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ അല്ലല്ലോ. When they are talking, they just know that this is what he means, this is what she means. പക്ഷെ ഭയങ്കര ironical ആയിട്ടൊക്കെയോ അങ്ങനെയൊക്കെയാണ് ഇവരുടെ കോൺവെർസേഷൻ. It's very philosophical. Which made me feel very seen, by the way. Yeah, so
ഐ തിങ്ക് ദാറ്റ്സ് ലൈക്ക് ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാകില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഐ ഷുഡ് ആസ്ക് ശരൺ. What do you think Adira would be doing now? Did you see that after? Like, do you think Adira and Nikhil would still be in touch? Maybe, but not constantly. Do you think they'd be the kind who'd write mails to each other? Do you think they'd be the kind who'd write mails to each other? Might be, because she Like- already says, no, I'll email it to you. Like kattayakal type of relationship. I don't know why, but Maybe. I very recently saw normal people and I feel like Adira and Nikhil would be like that. They just keep sending each other life updates through mails. Like, this is what's പിന്നെ happening. ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടല്ലോ, ഒരു മെയിൽ അയച്ചോണ്ടൊന്നിരിക്കില്ലായിരിക്കാം. എന്തെങ്കിലും ഒരു ദിവസം. So, lastly, and I will leave you soon. Lastly, I want to talk about what this last 4 months has been for you. Both of you have been a part of Binale. I know. You've been a part of Binale, but you've also been touring around with Vai. Please keep a show in Kochi. Just subtle pitch. But, Not in my hands. but yeah, so what has the last 4 months looked like? With all the work that you've been doing, and now that you have what does it feel like? And the experience. 4 മാസത്തെ കഥയുണ്ടല്ലോ, അപ്പൊ ഒരുപാടുണ്ട് പറഞ്ഞു വരുമ്പോ. ബേസിക്കലി ഈ ഒരു പർട്ടിക്കുലർ വർക്കിന്റെ ഓഡിഷൻ കോൾ വരുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ആർട്ടിസ്റ്റ് ടിനോസെഗാൾ എന്നാണ് ആളുടെ പേര്. ആള് ജർമ്മൻ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആളുടെ വർക്കുകളെ കുറിച്ച് ആളെ പറ്റി അറിയില്ല. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് ആളുടെ 2 വർക്കുകളാണ് ഷോക്കേസ് ചെയ്യുന്നത് പറയുന്നത്. ഒന്ന് കിസ്, ഒന്ന് എറ്റ് ആൻഡ് ടൈറ്റിൽഡ് എന്ന് പറയും. അപ്പോൾ അവർക്ക് ഈ കിസ് ചെയ്യാൻ കപ്പിളായിട്ട് തന്നെയാണ് അവർ ഓഡിഷൻ ചെയ്യുന്നത്, എടുക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനും ഗാർഗിയും പഠിച്ചിറങ്ങിയിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു വർക്ക് ചെയ്യണമെന്ന് കുറേ കാലമായിട്ട് വിചാരിക്കുന്നുണ്ട്. ഈവൻ PG ചെയ്യണ സമയത്ത് തൊട്ടേ വിചാരിക്കുന്നുണ്ട്. ഞങ്ങൾ ട്രൈ ചെയ്തു, കോവിഡ് ഒക്കെ വന്നിട്ട് പിന്നെ നടന്നില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ബേസിക്കലി ആക്ടേഴ്സാണ്. അപ്പോൾ ഒരു ഡയറക്ടർ ഇല്ലാണ്ട് കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, പിന്നെ സമയത്തിന്റെ പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് 4 മാസം ഒരുമിച്ച് വർക്ക് ചെയ്യുക, ഞാനും ഗാർഗി ഒരുമിച്ച് വർക്ക് ചെയ്യുക, പ്ലസ് 4 മാസം ഒരുമിച്ച് വർക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ, എന്തെങ്കിലും രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഓപ്പൺ ആവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പിന്നെ ലൈവ് ആർട്ടെന്നും പറയാം, ലൈക്ക് പെർഫോമൻസ് ആർട്ടെന്ന് പറയാൻ പറ്റില്ല, ലൈവ് ആർട്ട് എന്ന് പറയുന്നൊരു കൺസെപ്റ്റുള്ളൊരു വർക്കാണത്. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ വളരെ സില്ലായിട്ട് തോന്നുകയും പാസീവ് ഓഡിയൻസിന് വളരെ ഉടായ്പായിട്ട് തോന്നുകയും ജസ്റ്റ് ആൾക്കാർ വന്ന് എത്തി നോക്കിയിട്ട് പോവുകയും ചെയ്യുന്ന പോലത്തെ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു വർക്കായിട്ട് ആദ്യമൊക്കെ എനിക്ക് തോന്നിയതും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഞങ്ങൾ വൺസ് ഇതിൻ്റെ ഒരു റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ ഒരു ബിഗിനിങ് ആയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ വർക്ക് ഭയങ്കര രസമായിട്ട് ട്രാൻസ്ഫോം ചെയ്ത് തുടങ്ങി. അതിൽ ഈ കിസ് എന്ന് പറയുന്ന വർക്ക്, കിസ് എന്ന പേരിലുള്ള കുറേ പെയിൻറ്റിങ്സുകളിൽ നിന്ന്, സ്കൾപ്ചേഴ്സിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കൊറിയോഗ്രാഫ്ഡ് പീസാണ്, മൂവ്മെൻറ്റ് കൊറിയോഗ്രാഫ്ഡ് പീസാണ്, കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് പീസാണ്. അപ്പോൾ അത് നടക്കും. അതിനുശേഷം ഈ അറ്റ് ആൻഡ് ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു പീസ് ഉണ്ടാവും. അതിൽ അറ്റ് എ ടൈം ചിലപ്പോൾ 3 പേരുണ്ടാവും, ചിലപ്പോൾ 2 പേരായിരിക്കും. അതിൽ 2 പേര് സിങ് ചെയ്യും, ഒരാൾ ഡാൻസ് ചെയ്യും. ഒരു സോക്കോൾ ഡാൻസ് ഒന്നും അല്ല കേട്ടോ, 3 പേരും ഒരു വജ്രാസനത്തിൽ തറയിലിരിക്കുന്ന പൊസിഷനിലായിരിക്കും. മോസ്റ്റ്ലി ലൈക്ക് കൈയുടെ യൂസേജ് ചെയ്തിട്ടുള്ള കൈ കൊണ്ടുള്ള ഭയങ്കര ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലുള്ള ഡാൻസും 2 പേരുണ്ടാക്കുന്ന മ്യൂസിക്കും. മ്യൂസിക് ഈസ് കൈൻഡ് ഓഫ് ബീറ്റ് ബോക്സിങ് ആൻഡ് അക്കാപെല്ല, നോൺ വെർബൽ മ്യൂസിക്സ് ആണ്, ജസ്റ്റ് സൗണ്ട്സ്കേപ്സ് ആണ്. just using the body, I mean vocal cords. ഇപ്പൊ ഈ ആർട്ടിസ്റ്റിന്റെ കൺസെപ്റ്റ് തന്നെ ഇത് എങ്ങനെയാണ് ആർട്ട് മെറ്റീരിയൽ ഇല്ലാതെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ സമയത്തും ആർട്ടിന് മെറ്റീരിയൽസ് ഉണ്ടാവുന്നുണ്ടല്ലോ, ഇപ്പൊ ഇൻസ്റ്റലേഷൻ ആണെങ്കിലും. ഇപ്പൊ ഇവിടെ എങ്ങനെയാണ് ശരീരം കൊണ്ടും ശബ്ദം കൊണ്ടും ആർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. മാത്രമല്ല ആളുടെ ആർട്ട് വർക്ക് ഗാർഗിയുടെ പടത്തിലെ വാക്ക് എഫ്എംആറിലായിരിക്കണം. ആളുടെ വർക്കുകൾ ഒരിക്കലും ആ ആർട്ട് നടക്കുന്ന മൊമെന്റിലല്ലാണ്ട് പിന്നെ ആർട്ട് വർക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഇതിന് ഡോക്യുമെന്റേഷൻ അനുവദിക്കില്ല. ഫോട്ടോ എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല, റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു മെറ്റീരിയലും ഇല്ല. ഇവ ഞങ്ങൾക്ക് പോലും ഞങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് ആ മൊമെന്റിലുള്ളത് മാത്രമാണ്. 4 മാസവും ഓരോ ദിവസവും ഫ്രഷ് ആയിരിക്കും നമ്മളുടെ കൂടെ. അതായത് രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ഒരു ടീമിന് 2 ഷെഡ്യൂളായിട്ടാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. ഒരു ടീമിന് 4 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി. അപ്പൊ ഈ 4 മണിക്കൂറിൽ നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരും മാറും,
അപ്പോൾ അവരുടെ മൂഡ് മാറുന്നതനുസരിച്ച് അവർ ഇംപ്രവൈസ് ചെയ്യുന്നതനുസരിച്ച് ഈ പീസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിലുള്ള എക്സ്പീരിയൻസ് മാറും. അതിൽ കാണാൻ വരുന്ന ഓഡിയൻസിനും പലതരത്തിലുള്ള റീഡിങ് ആയിരിക്കും. ഭയങ്കര പേഴ്സണലായിട്ടായിരിക്കും ആൾക്കാർ അതിനെ റീഡ് ചെയ്യുന്നത്. ചിലർ കണ്ടിട്ട് ഭയങ്കര ഇമോഷണൽ ആവും, ചിലർ കരയും, ചിലർക്ക് ഭയങ്കര സന്തോഷമാവും, ചിലർ കുറച്ച് നേരം ഇതിനകത്ത് ഇരുന്നിട്ട് ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്കൊക്കെ പോയിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു എന്ന് പറയും. ചിലർക്ക് തീരെ ഇഷ്ടപ്പെടില്ല, അതെന്താ ഉദ്ദേശം മനസ്സിലായില്ലോ എന്നൊക്കെ പറയും. ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്കാനുള്ളതല്ല എന്നൊക്കെ പറയും. അങ്ങനെ എന്തോ ഇതൊരു 4 മാസത്തിനുള്ളിൽ ഇങ്ങനെ കുറേ വഴികളിലൂടെ ഒക്കെ പോയി. ഇന്നലത്തെ ആ ലൈക്ക് എന്നെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ടോട്ടൽ ഇതിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഇന്നലത്തെ അവസാനത്തെ നിമിഷമായിരുന്നു. ഭയങ്കര ആർട്ടിൻ്റെ ഒരു ബ്യൂട്ടിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നു ഇന്നലത്തെ ലാസ്റ്റ് ദിവസം. അതായത് വിസിറ്റേഴ്സും ഭയങ്കര കൂടുതലായിരുന്നു. ബിനാലെ തീരാൻ പോകുന്നുണ്ടോ, ഒരുപാട് ആൾക്കാരും ഫ്രീ എൻട്രി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 4 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഷെഡ്യൂളും നോക്കാണ്ട് എല്ലാവരും വന്നു. ഞങ്ങൾ 10 പേരാണ് മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നത്. 10 പേരും രാവിലെ തൊട്ട് 4 മണി വരെ കണ്ടിന്യൂസ് ഫ്ലോറിലുണ്ടായിരുന്നു, മാറി 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 ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ലാസ്റ്റ് കിസ്സിൻ്റെ സീക്വൻസ് കഴിഞ്ഞ പാടെ ഒരാൾ പാട്ട് പാടാൻ കയറി. ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ അറ്റ് എ ടൈം 3 പേരെ ഉണ്ടാവാറുള്ളൂ. ഓരോരുത്തരായിട്ട് എൻട്രി ചെയ്യാൻ തുടങ്ങി. ഓരോരുത്തരായിട്ട് എൻട്രി ചെയ്തിട്ട് അവസാനം 10 പേര് ഓൺ ദ ഫ്ലോർ ഉണ്ടായിരുന്നു. അതിൽ പാടാൻ താല്പര്യമുള്ളവർ പാടി, ഡാൻസ് കളിക്കാൻ താല്പര്യമുള്ളവർ ഡാൻസ് ചെയ്തു. ഭയങ്കര രസമായിട്ട് മൊമെൻറ്റ് ബിൽഡായിട്ട് വന്നു. പുറത്തുനിന്ന് വന്ന ഒരാൾ പോലും പുറത്ത് ഇറങ്ങിപ്പോയിട്ടില്ല. ലൈക്ക് എല്ലാവരും ആ സ്പേസിൽ തന്നെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ആക്ച്വലി ഉണ്ടായിരുന്നു ഇന്നലെ ആ തീരുന്ന മൊമെന്റിലായിരുന്നു, ഫീൽഡ് ആയിരുന്നു. ഞങ്ങളും ഭയങ്കര ഇമോഷണലി 4 മാസത്തെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ, ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററിലായിരുന്നു. ഒരു ഗംഭീരമായിട്ടൊരു മ്യൂസിക് ഇങ്ങനെ കയറി എൻ്റെ പീക്കിലെത്തി. ഞങ്ങളെല്ലാം ഡാൻസ് ചെയ്ത് ഒരു മൊമെൻ്റ് എത്തിയപ്പോൾ ആൾക്കാരെല്ലാം കൂടെ സെൻസ് ചെയ്ത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അത് എൻഡ് ചെയ്തു. അപ്പോൾ അതൊക്കെ എൻഡ് ചെയ്ത് എൻഡ് ആവുന്നതിന് തൊട്ട് മുമ്പേ 4 മണിയായപ്പോൾ തന്നെ വോളണ്ടിയേഴ്സ് വന്നിട്ട് ഞങ്ങൾ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാവരും ഇറക്കി. എല്ലാവരും ഇറങ്ങിയിട്ടും നമ്മൾ നിർത്തും, ലൈക്ക് എല്ലാവരും പോയിട്ട് നമ്മൾ നിർത്തുള്ളൂ. ആൾക്കാർ വരുമ്പോൾ തൊട്ട് ആ പീസ് ഉണ്ടാവണം, പോകുമ്പോഴും ആ പീസ് ഉണ്ടാവണം എന്നുള്ള കൺസെപ്റ്റിൽ അങ്ങനെ അവരെല്ലാം പോയി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അത് എൻഡ് ചെയ്തു. കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു, കുറേ ആൾക്കാർ കരഞ്ഞു. എന്നിട്ട് ഞങ്ങൾ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ആകെ മൊത്തത്തിലുള്ളൊരു ജേർണി ഇങ്ങനെയായിരുന്നു. ആർഡിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ലൈക്ക് ഐ വാസ് നോട്ട് ഷുവർ ഐ ബി ഏബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ബിനാലെ. വൈയുടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിന്റെ ഓഡിഷൻ വന്നത്. അപ്പോൾ ഓഡിഷൻ തന്നെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പില്ലായിരുന്നു. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ട് ലൈക്ക് ഞാൻ കിസ്സിൻ്റെ ഓഡിഷൻ കിസ്സിൻ്റെ അറ്റൻഡ് ചെയ്യാം, യട്ടൻ ടൈറ്റിലിൻ്റെ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ഓഡിഷൻ സ്കിപ്പ് ചെയ്തിട്ട് രാത്രി റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഓഡിഷൻ. പക്ഷെ ദെൻ ഞങ്ങളുടെ കോർഡിനേറ്റ് ചെയ്യുന്ന ആളുണ്ട്, ക്രിസ് എന്ന് പറഞ്ഞിട്ട്. സോ ടിനോയുടെ കൂടെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഹി ഓൾസോ പെർഫോംസ് ബോത്ത് ദീസ് വർക്ക്സ്, all of Tino's work, I guess. അപ്പോൾ Chris is one who auditions and he's the one who trained us. അപ്പോൾ Chris made me attend both the audition. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ബാക്കി ഓഡിഷനും അറ്റൻഡ് ചെയ്തു. ബട്ട് ദെൻ വി ഗോട്ട് സെലക്റ്റഡ്. അപ്പോൾ ഈ 4 മാസം വൈക്ക് അടുപ്പിച്ച് ഷോകൾ വരാൻ സാധ്യതയുള്ള മാസമാണ്. അപ്പോൾ ഇഫ് ഐ എം ഗോയിങ് ഫോർ ദിസ് 4 months കമ്മിറ്റ്മെൻ്റ് ആണ്, ഐ കാൺ ജസ്റ്റ് കം ഓഫ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഐ വാസ് നോട്ട് ഷുവർ വാട്ട് ടു ഡു. അപ്പോൾ ഞാൻ ഇതുപോലെ ഞങ്ങളുടെ വൈഡ് ഡയറക്ടർ ഉണ്ട് രമിത്തിനോടൊക്കെ സംസാരിച്ചപ്പോൾ ദേ വർ ലൈക്ക് ഡു വാട്ട് യു ഫീൽ യു വാണ്ട് ടു ഡു, വേറെ വി ഹാവ് നോ പ്രോബ്ലം വിത്ത് ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്കൊരു ഡിസിഷൻ ഇല്ലല്ലോ. ഞങ്ങൾക്കിടയിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് ഗാർഗി ഉണ്ടെങ്കിലേ എനിക്ക് ഈ വർക്കുള്ളൂ. കിസ്സിന് കപ്പിളായിട്ടാണ് ഞങ്ങളില്ലെങ്കിൽ ദേ ഹാവ് ടു ടേക്ക് അനദർ കപ്പിൾ. ലൈക്ക് ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചു, എട്ടൻ ടൈറ്റിലിന് വേണമെങ്കിൽ അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കാം. അപ്പോൾ ഞങ്ങളെ ഇവർ മനസ്സിലെടുത്ത സെലക്ഷൻ പ്രൊസീജിയർ കഴിഞ്ഞപ്പോൾ ഇവരുടെ മനസ്സിൽ ഞങ്ങൾ എടുക്കുന്നത് രണ്ടിനും കൂടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കിസ്സിനും എട്ടൻ ടൈറ്റിലിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നെ മാത്രമായിട്ട് എട്ടൻ ടൈറ്റിലിന് എടുക്കുന്നതിനെക്കാട്ടിലും വേറൊരു കപ്പിളിനെ എടുക്കുന്നതാണ് അവർക്ക് നല്ലത്. If I'm not there, he'll also lose the work. So it was a very messy situation for me. അപ്പോൾ ഞങ്ങളുടെ വൈയുടെ കമ്മീഷനിങ് പ്രൊഡ്യൂസർ ഉണ്ട്, ആൽ സ്റ്റുഡിയോ ആണ് വൈ കമ്മീഷൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ അളക്ക എന്ന് പറഞ്ഞിട്ട് ആളിൻ്റെ ആളുണ്ട്. സോ ഐ ടോക്ട് വിത്ത് അളക്ക ആൻഡ് ഐ സെഡ് ലൈക്ക് ദിസ് ഇസ് ദ സിറ്റുവേഷൻ. സോ അളക്ക വാസ് ലൈക്ക് ഇത് നല്ലൊരു വർക്കാണ് ബിനാലയുടെ, യു ഗോ ഫോർ ഇറ്റ്, വിൽ deal with the rest when it comes to it. So I'm like, okay, producer is saying
ഷീസ് ഓക്കെ വിത്ത് ഇറ്റ്. യൂഷ്വലി ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടായിരിക്കും വർക്കിന്റെ കാര്യത്തിൽ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഇഫ് ഐ വാസ് അപ്പോൾ ഞാനിത് രമിത്തിൻ്റെ അടുത്തും പറഞ്ഞു, യൂഷ്വലി ഞാൻ ഇമോഷണൽ ആയിട്ടാണ് ഡിസിഷൻ എടുക്കുക. രമിത്ത് വാസ് ലൈക്ക് ഐ എം ഓൾസോ ലൈക്ക് ദാറ്റ്. ഞാൻ അങ്ങനെ പല വർക്കുകളും വേണ്ടാന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട് ബിക്കോസ് ഐ വാസ് ഇമോഷണൽ. ഹി ഡസൻ റിഗ്രറ്റ് ഇറ്റ് പറഞ്ഞു. അപ്പോൾ ഐ ടോൾഡ് ഹിം ലൈക്ക് ദിസ് ടൈം ഐ എം ഡിസൈഡിങ് ടു ഗോ ലോജിക്കൽ ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പം ഞാൻ ബിനാലേക്കും 24th റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്യും, നവംബർ 24th. വൈയുടെ പ്രീമിയർ ഓൺ December 5th. ബിനാലെ സ്റ്റാർട്ട് ഓൺ December 12th. അപ്പോൾ സോ ക്രിസ് സെഡ് ഇറ്റ്സ് ഓക്കെ, യു ജോയിൻ ഓൺ 5th. വിൽ സ്റ്റിൽ മാനേജ് ഇറ്റ്. ഞങ്ങൾ ഒരാഴ്ച മുന്നേ റിഹേഴ്സൽസ് തുടങ്ങി. എല്ലാവരോടും റിഹേഴ്സൽ തുടങ്ങി. ഞാൻ എല്ലാ പരിപാടിയും reading that in one of your captions. He put in extra രാത്രിക്ക് ഇരുന്ന് റിഹേഴ്സൽ ചെയ്യും. ക്രിസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. ഹി ഡിഡ്ന്റ് ടേക്ക് an off. He worked extra so that I could come up to speed. And അജയ് ഇതുപോലെ ഓരോ പാട്ടൊക്കെ പഠിക്കാനുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്നെ പഠിപ്പിക്കും. ഞങ്ങൾ അവിടെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഇവൻ പാടും, ഞാൻ തേറ്റ് പാടും. വരെ കുട്ടികളെ റൈംസ് പഠിപ്പിക്കുന്ന അവസ്ഥയായിരുന്നു. സോ ലൈക്ക് people around me were very supportive, Right. so that I could make this happen. അപ്പോൾ ഞാൻ ഇതുപോലെ ലോജിക്കലായിട്ട് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് വൈക്കപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ദിൽ ടേക്ക് അനദർ ആക്ടർ ആൻഡ് കണ്ടിന്യൂ ദ ഷോ. അപ്പോൾ അതെനിക്ക് പറ്റില്ല. ബിക്കോസ് ഐ വർക്ക് സോ ഹാർഡ് ടു ക്രിയേറ്റ് ഇറ്റ്. Right. ആൻഡ് ഫസ്റ്റ് ഷോസ് തന്നെ വേറൊരാൾക്ക് കൊടുക്കുന്നത് എനിക്ക് പറ്റില്ല. അപ്പൊ ഞാൻ ഇത്രയും ക്രിയേറ്റ് ഒരു ചെയ്തിട്ട് പോസ് എടുത്തിട്ട് പറയണേ, ഇതിനിടയ്ക്ക് മൾട്ടിപ്പിൾ ഷോസ് നടന്നു. അതിൽ പല ആക്ടേഴ്സും മാറി മാറി വന്നു. ആക്ച്വലി അതിൽ ഇപ്പോഴും നിൽക്കുന്നത് ഗാർഗിയാണ്. ഇത്രയും വർക്ക് ഉണ്ടായിട്ട്. അപ്പൊ അവസാനം ഞാൻ പറഞ്ഞു ലൈക്ക് ഷോ വരുന്നതനുസരിച്ച് ഞാൻ ബിനാലേക്ക് ഓഫ് എടുക്കാം, അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ ഏതോ ഒരു ഷോ ഏകദേശം ഡേറ്റ് നമുക്ക് ഏറെക്കുറെ ഈ സമയത്ത് വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ക്രിസിന്റെ അടുത്ത് അത് പറഞ്ഞു. ലൈക്ക് ക്രിസിന് ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് ഓഫ് പ്ലാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ രവീന്ദ്രനോട് പറഞ്ഞു, അഥവാ ഇപ്പൊ ട്രാവലാണ് ഡേയ്സ് കൂടുതൽ എടുക്കണമെങ്കിൽ ഞാൻ എന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ട്രാവൽ എന്നൊക്കെ ഉള്ള രീതിയിൽ, ബട്ട് ഡോണ്ട് ടേക്ക് അനദർ ആക്ടർ. കുറച്ച് ഷോ കളിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ബിക്കോസ് after creating for 2 months I've been rehearsing, I need to do the shows, right? Satisfaction, yeah. Yeah. അപ്പോൾ ലൈക്ക് അങ്ങനെ ഞാൻ അത് എടുത്തിട്ട് ഇറ്റ് വാസ് 4 months was like hectic. ഇവിടുന്ന് ഓഫ് എടുക്കുന്നത് വൈയുടെ ഷോയ്ക്ക് വേണ്ടിയിട്ടാ. സോ ഐ ബീൻ ലൈക്ക് വർക്കിംഗ് കണ്ടിന്യൂസ്ലി. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രാവിലെ ഇതുപോലെ ബിനാലേക്ക് പോകുന്ന ദിവസം ഞാൻ രാവിലെ ഇട്ടിട്ടൊന്നും ഞാൻ വരുന്നില്ല, നീ പൊക്കോ, എനിക്ക് വയ്യ, ഞാൻ ചത്തു എന്ന് പറഞ്ഞു. രാവിലെ എനിക്കുമ്പോ അവിടെ സ്പേസിൽ എത്തും വരെ ഞാനിങ്ങനെ മനസ്സിൽ ഭയങ്കര ഫ്രസ്ട്രേഷനാണ്. എനിക്ക് ചെയ്യണ്ട, എനിക്ക് റെസ്റ്റ് വേണം. അവിടെ എത്തി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓക്കെയാണ്. വൺസ് ഐ സ്റ്റാർട്ടഡ് അവിടെ എത്തുന്ന വഴിയാണ് എനിക്ക് പ്രശ്നം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഓൾ ഗുഡ്. പിന്നെ കുറച്ച് ദിവസം ആക്ച്വലി വൈക്ക് പോയിട്ട് വരുമ്പോഴേക്കും ഐ എം നോട്ട് ബിനാലയുടെ ഇതിലില്ലാത്തപ്പോൾ തിരിച്ചു വരുമ്പോൾ എനിക്കൊരു ഫ്രഷ് സ്റ്റാർട്ട് കിട്ടാറുണ്ട്. ബിക്കോസ് വേറൊരു വർക്കിൽ നിന്ന് വീണ്ടും അതിലേക്ക് കയറുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് ഇറ്റ് ഫീൽസ് ഗുഡ് ഡിഫറെന്റ്. ആൻഡ് ഇവിടെ നിന്ന് പെട്ടെന്ന് വൈയിലേക്ക് പോകുമ്പോഴും ഇതില് യൂഷ്വലി ലൈക്ക് ബിനാലയിലെ ക്രിയേറ്റീവ് പ്രോസസ് അല്ലെങ്കിൽ എൻ്റെ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ കുറവാണ്. വോക്കൽസിലാണ് അതിൽ കൂടുതൽ ഉണ്ടാവുക. അപ്പം അത് എൻ്റെ ഒരു ലൈക്ക് മെയിൻ ഒരു ഏരിയ അല്ല. എൻ്റെ കുറച്ച് അതിൽ ഞാൻ കമ്പാരിറ്റീവ്ലി വീക്കറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈയില് ലൈക്ക് ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ ഭയങ്കരമായിട്ടുള്ളത് കൊണ്ട് ദാറ്റ് എക്സൈറ്റ്സ് മീ മോർ. പിന്നെ ഇതിൽ ലൈക്ക് വി കീപ് ഓൺ ഡൂയിങ് ദ സെയിം തിങ് ഫോർ 4 months. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസും എനിക്കുണ്ടായിരുന്നു when I move in and out of both the works, because it's entirely different, very different kinds of work. So അത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ഡൂയിങ് ദിസ്. ആൻഡ് എവറി ടൈം ഐ യൂസ് ടു തിങ്ക് ലൈക്ക് എങ്ങനെയായിരിക്കും ഇത് കഴിയുമ്പോൾ എന്തായിരിക്കും ഫീൽ ചെയ്യുക. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് കരയാൻ പ്രത്യേകിച്ച് അങ്ങനെ വലിയ അല്ലേ, എന്തെങ്കിലും ഒരു ഒരാളുടെ ചെരുപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം വരും.
അതെന്റെ ഭയങ്കര ഒരു ട്രിഗർ പോയിന്റ്. ഒരു തവണ എപ്പോഴോ ഞാൻ കണ്ണട ഒരു കട്ടിൽ വെച്ചേക്കായിരുന്നു. ഉള്ളു കയറി കണ്ണട മേളിലിരുന്നു. എൻ്റെ ഒരു കാലൊടിഞ്ഞു പോയി. അപ്പൊ ഈ കണ്ണടയെല്ലാം കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് കാണാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഈ കണ്ണട ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യും. ഇത് കണ്ടിട്ട് ഇവളിരുന്ന് കരയുക. എനിക്കറിയില്ല ലൈക്ക് ഒരാ ഇത് പിന്നെ അതിന് കാരണം ഗാർഗയാണെന്നെങ്കിലും പറയാം, അവൾ ഇരുന്നോണ്ടാണ് പൊട്ടിയതെന്നെങ്കിലും പറയാം. ഇത് അതൊന്നും വേണ്ട. അപ്പൊ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോ എന്തെങ്കിലും കണ്ട് കരയണ അതിന് ഭയങ്കര എംപത്തറ്റിക് ആണ്. അപ്പൊ ഭയങ്കര സിമ്പത്തറ്റിക്കുമാണ്. Very related. I have a good reputation of crying to everyone right after a play. I am that person. I remember I recently saw a play. I am watching it for the second time. Okay, അതായത് ഇന്ന് കണ്ട അടുത്ത ദിവസത്തെ ഷോന് ഞാൻ വീണ്ടും പോയിരിക്കുക ആ പ്ലേ കാണാൻ. ഇറ്റ്സ് ദ സെയിം തിങ്. ഏതായിരുന്നു പ്ലേ? ഹാൻഡ് ഓഫ് ഗോഡ്. അതില് വൈയിലൊരു ആക്ടർ ഉണ്ട് ഇപ്പൊ, മല്ലിക. അട്ടമലയിലെ ആക്ടർ ഉണ്ട്, കിഷോർ. അപ്പൊ ഞാൻ ഹാൻഡ് ഓഫ് ഗോഡ് രണ്ടാമത്തെ ദിവസം എനിക്ക് മറ്റേ എക്സൈറ്റ്മെന്റ് ആണ്, ഇന്ററാക്റ്റീവ് പ്ലേ ആണല്ലോ. ഞാൻ രണ്ടാമത്തെ ദിവസം ഇന്നെന്താ സംഭവിക്കാന്ന് കാണാൻ പറഞ്ഞ് ഞാൻ കിഷോർ ഒരു ടിക്കറ്റ് ഇട്ടോ പ്ലേസ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് ഞാൻ പോയിട്ട് ഞാൻ കണ്ടു. ഇന്നലെ സംഭവിച്ച ഏകദേശം സെയിം സാധനമാണ് ഇന്ന് സംഭവിച്ചത്. സോ നാച്ചുറലി ഐ ഷുഡ് ബി ഫൈൻ, റൈറ്റ്? I am actually fine until I go and talk to this one character and I'm like, you know what? I feel like the world was really unfair to your character. And he's like, it's okay, that's just fate. പുള്ളിക്കാരൻ ഭയങ്കര നോർമൽ ആയിട്ടാ പറഞ്ഞത്. He said it's okay, that's fate, and I start crying. And I'm like, no, that's not it. ഞാൻ ഇതുപോലെ സിനിമ കണ്ടു തരല് കുറവാ, പക്ഷെ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ പട്ടി മോങ്ങണ പോലെ മോങ്ങും. The same thing happened to me after Vigilante Vampire also, and I'm watching that for the second time. So I finished, I'm fine. I go talk to everyone, I'm fine. Then the director comes to me and he's like, so tell me, how was the play? I'm like, not fair. എന്നിട്ട് DSRയിൽ പ്രണവിന്റെ ക്യാരക്ടറിൽ ഇറ്റ്സ് ഓക്കെ, let it out, it's okay. അതുപോലെയായിരുന്നു. It's okay. And I'm meeting him for the second time. I'm so good. You have good mirror neurons. So it's okay, I understand. Thank you. Yeah. അപ്പൊ ഇന്നലെ അജയ് said no, it was very emotional last day of this ബിനാലെ. ഞാന് കരഞ്ഞു മെഴുകാണ്ട് ഒരു കാര്യം. എനിക്ക് ഒരു വർക്ക് കഴിഞ്ഞ് പോണ ദിവസം ഇറ്റ്സ് വെരി ഹാർഡ്. ലീവിങ് ഇസ് വെരി ഹാർഡ് ഫോർ മീ. ജോയിനിങ് സംതിങ് ഇസ് വെരി ഈസി, ബട്ട് ലീവിങ് എ സ്പേസ് ഇസ് റിയലി ഹാർഡ്. ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ പോണ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെയാ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ വീണ്ടും വിഷമമാണ്. So, I always used to wonder what would I feel at the end of this 4 months working with the same team for 4 months. അപ്പൊ ഞാൻ നോക്കിയതും പാടി ഒരു ഇതെത്തിയപ്പോഴേക്കും ആദ്യത്തെ ആള് കരഞ്ഞു തുടങ്ങിയത് കണ്ടു. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് I looked at him. He is usually not a very emotional person. Even വിഷമം ഉണ്ടെങ്കിൽ പോലും അതങ്ങനെ പബ്ലിക്കലി പുറത്തങ്ങനെ കാണിക്കുന്നൊരു ഇതിലല്ല. അപ്പൊ I'm looking at him, he's sitting near me. ഞാൻ ഇവന്റെ കണ്ണെന്ന് അറിയുന്നു. ഈശ്വര, ഇത് എനിക്കെന്താ പറ്റിയതെന്ന്. സാധാരണ തിരിച്ചാണ് സംഭവിക്കുന്നത്. I'm not feeling anything. And ബാക്കിയുള്ളവരിങ്ങനെ കരയുമ്പോൾ ഞാനിങ്ങനെ നോക്കും. I can't stop smiling. I'm looking at people. മനുഷ്യന്മാരൊക്കെ കരയുന്നു. ഞാനിങ്ങനെ ചിരുനിർത്ത്. I was literally smiling and looking at people crying. എനിക്ക് ഇനി ഞാനിത് പ്രോസസ് ചെയ്ത് തീരാത്തതാണോ അതോ ലൈക്ക് ഹാവ് ഐ ഇവോൾവ്ഡ് ടു another state or maybe like ഈ വർക്ക് ടു ആൻഡ് ഫ്രോ ഇങ്ങനെ നടന്നത് കൊണ്ട്. ബിക്കോസ് വൈയുടെ പ്ലേകൾക്കൊന്നും ഒരിക്കലും ഒരു ക്ലോഷർ കിട്ടിയിട്ടില്ല. സൂൺ ആഫ്റ്റർ ദ ഷോ ഐ ഹാവ് ടു റഷ് ടു ബിനാലെ. സോ I've never sat for a talk, I've never sat for the next meeting. So I think, is it because like I got used to this closureless leaving? അപ്പൊ അതിന്ന് അങ്ങനെ പ്രോസസ് ആയി വന്നതാണോ, അതിന് 2 ദിവസം കഴിയുമ്പോൾ ഞാൻ കരയാൻ തുടങ്ങുമോ? സോ ലൈക്ക് how does this feel എന്നത് I'm still not processing. Sure, yeah, I don't know. I was trying to put a post about this Binale work. So I've been like trying to write things. അപ്പൊ എനിക്ക് വീണ്ടും ഇപ്പൊ വൈനെ പറ്റി ഞാനൊരു സാധനം എഴുതിയിട്ടുണ്ടെന്ന്, but I can't finish writing it. Right. I've been trying to write it since like December. വൈയുടെ പോസ്റ്റ്, but I'm still not anywhere near. So right. I tried today. I was trying to write the Binale work and
I'm like, Still how processing. do I write it? Like I can't put words to what I feel. I don't even know what I feel right now. So yeah, so that's it. I have a lot more questions, but I will ask the last question. So, ഇപ്പോൾ വേൾഡ് തിയേറ്റർ ഡേ ജസ്റ്റ് ഫിനിഷ്ഡ് ആൻഡ് ഞാൻ ആക്ച്വലി അതിൻ്റെ കുറേ സ്നിപ്പറ്റ്സിൽ കുറേ കാര്യങ്ങൾ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു വേൾഡ് തിയേറ്റർ ഡേ മെസ്സേജിൻ്റെ. ബട്ട് എനിക്കിപ്പോൾ ഈ കോൺവെർസേഷൻ എത്തി നിൽക്കുന്ന ഒരു സ്പേസിൽ വാട്ട് ഐ റിയലി വോണ്ട് ടു ആസ്ക് യു ഇസ്, സ്പേസ് ഓഫ് ആക്ടിൻ്റെ ക്യാപ്ഷനിൽ ഞാൻ കണ്ടൊരു സാധനമുണ്ട് വെറിൻ യു സെഡ് സംതിങ് അബൌട്ട് തിയേറ്റർ കീപ്സ് ഇമാജിനേഷൻ അലൈവ്. And how I'll tell you how I tried connecting this. You know, when Dhurandhar came out, people kept telling in a reel scrolling era, Aditya Dhar made a 3.5-4 hour film and put everyone in the theater without distractions. And another was an ongoing meme about the film. And I felt like theater invariably does that. Our durations might not be that long, but for a fast-paced world, theater sort of puts you in a place and says, you know what, the next whatever time, we're going to tell you a story. Be with us on this journey. So I just want to leave it at that and ask you what your hopes or your wish or your dream is for theater in general as an art form. ഇതന്ന് വേൾഡ് തിയേറ്റർ ഡേയിലേക്ക് സംസാരിച്ച് എയിലേക്ക് എത്തിയൊരു സംഗതി. ലൈക്ക് എൻ്റെ കൺസെപ്റ്റ് ഞാൻ ഇപ്പോഴും ഞാൻ അതിൽ ഹോപ്പ്ഫുള്ളി വിചാരിക്കുന്നത് അത് തന്നെയാണ്. ഇപ്പം ഈ പറയുന്ന സിനിമയൊക്കെ ഏകദേശം ടേക്ക് ഓവർ ചെയ്യുന്ന തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് ഫോമിലേക്കൊക്കെ എന്തായാലും എത്തും. കാരണം ഇപ്പം തന്നെ ആൾക്കാർ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് വീഡിയോ മേക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഈ ഒരു വിർച്വൽ ലോകത്തേക്ക് ആൾക്കാർ ഇനി മാറുന്ന സമയത്ത് മനുഷ്യൻ ലൈവായിട്ട് പെർഫോം ചെയ്യുന്നത് കാണാനും ഈ ഹാപ്പനിങ്ങിന് ഇവൻറ്റിന് വേണ്ടിയിട്ട് ആൾക്കാർ എക്സ്പീരിയൻസിന് വേണ്ടി വരുന്നത് ഫ്യൂച്ചറിൽ കൂടുതലുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ എയുടെ എമർജൻസും ഈ ക്രൈസിസും ഇത്തരം കാര്യങ്ങളും ഒക്കെ പെർഫോമൻസിന് കൂടുതൽ സ്പേസ് ഫ്യൂച്ചറിൽ നൽകും എന്നാണ് ഹോപ്പ്ഫുള്ളി ഞാൻ വിശ്വസിക്കുന്നത്. അതിലാണ് എൻ്റെ പ്രതീക്ഷ. അന്ന് സ്റ്റാർ ആവാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ. I agree with that. തിയേറ്ററിനെ പറ്റിയുള്ള ഹോപ്പൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് ആക്ച്വലി, ഞാൻ അങ്ങനെ ഒരുപാട് ചിന്തിച്ചിട്ടില്ല. ബട്ട് I know that Ajay is a visionary. So yeah, I know that. Like so അജയ് ഇപ്പോൾ ഒരു കുറേ ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഒരു കാര്യത്തിലേക്കൊക്കെ എത്തുക. സോ ഐ തിങ്ക് വാട്ട് ഹീ സേസ് മൈറ്റ് ഹാപ്പൻ. പക്ഷെ പേഴ്സണലി ഞാൻ ആ തോട്ടിനെ പറ്റി ഒരുപാട് അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. ബട്ട് ഹോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ just like, you know, Broadway and all happening. Yeah, you know, theater has to like be a place where always like people come to watch. And there's this passing of energy in a theater between the audience and the space. But I don't know what can replace this feeling. ബട്ട് മേ ബി സംതിങ് ക്യാൻ. ചിലപ്പോൾ ലൈക്ക് ബ്രെയിനിനെ നമുക്ക് അങ്ങനത്തെ രീതിയിൽ ചിലപ്പോൾ ഒരു ചിപ്പ് വെച്ചാൽ മതിയാവും മേ ബി ഇൻ ദ ഫ്യൂച്ചർ. ഇപ്പൊ പറയുമല്ലോ ഒരു സിനിമ കാണാനൊക്കെ ചിലപ്പോൾ സെക്കൻഡ്സ് മതിയാവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാം. ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് മനുഷ്യന്റെ അവസ്ഥ എന്താവും ഫ്യൂച്ചറിൽ എന്നൊക്കെ ഉള്ളത്. ഈ പറഞ്ഞതിൻ്റെ കോൺഷ്യസ്നെസ് തന്നെ ചിലപ്പോൾ അവസാനമൊക്കെ മനുഷ്യൻ അനങ്ങാത്തൊരു സ്റ്റേറ്റിലേക്കായിരിക്കും. നമ്മൾ ഇപ്പൊ വെറുതെ പറയുമെങ്കിൽ പോലും ലിറ്ററലി ചിലപ്പോൾ അങ്ങനെ ആവാം. ലൈക്ക് ഇതൊക്കെ നമ്മുടെ ബ്രെയിനിന്റെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. ഈ പറഞ്ഞ ഒരു സിനിമ നമുക്കൊരു സ്വപ്നം 2 സെക്കൻഡിൽ കാണുന്ന പോലെ നമുക്കൊരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, നമ്മൾക്ക് പ്ലഷേഴ്സിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ബ്രെയിൻ ഉണ്ടാക്കുന്ന സംഗതി തന്നെയാണല്ലോ പ്ലഷർ നമ്മൾ എക്സ്പീരിയൻസിലേക്ക്. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ പറഞ്ഞ പോലെ ഒരു വിർച്വൽ വേൾഡിൽ ഫിസിക്കലി അനങ്ങാതെ വാണ്ടർ ചെയ്ത് നടക്കുന്ന ഒരു ഇതിലേക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഹ്യൂമൻസിന്റെ എക്സിസ്റ്റൻസ് ഉണ്ടാവുക. എനിക്കിതിന്റെ ഫിസിക്കൽ ഫോം ഐ തിങ്ക് വാൾ-E എന്ന് പറഞ്ഞൊരു ആനിമേഷൻ മൂവി അതില് മറ്റേ ഹ്യൂമൻസിനെ കാണിക്കില്ല, ഒരു ബോർഡിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഹ്യൂമൻസ്. മറ്റേ ഇതിന്റെ പേരെന്തായിരുന്നു ദാറ്റ് സീരീസ് ബ്ലാക്ക് മിറർ. അപ്പൊ ബ്ലാക്ക് മിറർ ടെക്നോളജിയെ പ്ലേസ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പോൾ ഇറ്റ്സ് വെരി സ്കാരി ഫോർ മീ. ബ്ലാക്ക് മിറർ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഞാൻ പിന്നെ 2 ദിവസത്തേക്ക് ഫോൺ കൈകൊണ്ട് തൊട്ടില്ലായിരുന്നു പേടിച്ചിട്ട്. ഇറ്റ്സ് വെരി സ്കാരി. ഇപ്പൊ റീസെന്റ് അതിന്റെ ഒരു എപ്പിസോഡ് ഐ ഫോർഗോട്ട് ഇറ്റ്സ് നെയിം. അപ്പൊ അതിൽ ഇതുപോലൊരു
ഇത് കാണിക്കുന്നത്. ബ്രെയിനിന് വുമൻ ഇസ് ലൈക്ക് ടെർമിനലി ഇൽ. Right. അപ്പോ റിവമൈൻഡ് റിവമൈൻഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഈസ് ഓഫറിംഗ് ഷീ കൻ ലിവ് ഫർദർ. Right. സോ പക്ഷെ അവരുടെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ട്, Okay. മന്ത്ലി ഇത്ര പേയ്മെന്റ് വെച്ചിട്ട്, ആൻഡ് ദേ ഡു ദാറ്റ്. ഉം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആഡ്സ് വരാൻ തുടങ്ങും. ഷീസ് എ ടീച്ചർ, സോ ആഡ്സ് ആർ ത്രൂ ഹർ. ഷീസ് ലൈക്ക് like for this and this you do this. So appo they went to the company and said, oh, now normal Rivermind has ads, so you have to move to Rivermind Premium. So it keeps on going like that. Appo adile finally ഇതിന്റെ ഒരു ഏറ്റവും വലിയ പാക്കേജ് ഇവർ മരിക്കാൻ തീരുമാനിച്ചിട്ട് ഏറ്റവും വലിയൊരു പാക്കേജ് എടുക്കുക. So for half an hour they have it for half an hour, and in that you can adjust in your phone what all feelings you need. So they just keep ultimate pleasure എന്നുള്ളൊരു ഫീലിംഗ് വെച്ചിട്ട് she just sits there and she's the happiest she's ever been, and then they die. So like നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. sorry സ്വാഭാവികം. അപ്പൊ like that if brain can reach to that stage, or if technology can അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ടെക്നോളജി എത്തുകയാണെങ്കിൽ, Yeah. so even that feeling that I talked about, what stage gives you, even അതും ചിലപ്പോൾ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരാം. സോ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഇപ്പൊ ലൈവ് പെർഫോമൻസ് തന്നെ ഇപ്പൊ സ്വപ്നം കാണുന്നുണ്ടല്ലോ, സ്വപ്നം നമുക്ക് ലൈവായിട്ട് ഇവിടെ ഇങ്ങനെ കാണാനുള്ളൊരു പോസിബിലിറ്റി വന്നാലോ. Yeah. അത് അപ്പൊ ഒരു ആക്ച്വലി theatre- നടക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു തിയേറ്റർ പെർഫോമൻസ് മേ ബി ലൈക്ക് സം പഴയതുപോലും യു ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ലൈക്ക് യു കെൻ Yeah. വാച്ച് ഇറ്റ് ലൈവ്. Yeah. വാട്ട് ഇഫ് ദാറ്റ്സ് പോസിബിൾ? അതിൽ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെ നമുക്ക് ഫിസിക്കലി റെക്കോർഡ് ചെയ്യാൻ, വെർച്വലി റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗവേഷണങ്ങൾ നടക്കുന്ന മേഖലയത്. സോ അങ്ങനെ നമുക്ക് പോസിബിലിറ്റി എന്താന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഹോപ്പ് ഇസ് that theater has പിന്നെ a ഇങ്ങനെയൊക്കെ greater പോകുമ്പോഴത്തേന് future. ഹ്യൂമാനിറ്റി എക്സിസ്റ്റൻസ് ഒക്കെ ചോദ്യം ചെയ്ത് ചിലപ്പോൾ ലോകമൊക്കെ നശിച്ചാല് ഏലിയൻസ് ഒക്കെ വന്ന് So you understand we are very hopeless people. Yes. I see where this is going. Like he believes in absurdism. I'm a nihilist. Oh wow. So- I'm in great company. And that's one thing I love about theater. തിയേറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് that's the only time I feel the urge to live. So that makes me feel like, my God, where is this production going? Right. ഇതിന്റെ അവസാനം എന്താണ് ആകാൻ പോകുന്നത്? വാട്ട് am I creating here? അപ്പൊ I feel Lovely. like I want to see that. But other times, like, I don't know why we are living. What's the point? Very hopeful. Yeah, so My last question. third last question. No, this is actually last question. Okay. So this is, thank you so much for doing this and your last thoughts on doing something like this. And we can very happily say tata bye bye. And we can let Chetan switch off the camera also. What's your thought on doing something like this? This, what we are doing now, a podcast on theater. ഓക്കെ. അപ്പം So, നമ്മളെവിടെയായിരുന്നു? ഞാൻ ചോദ്യം ഒന്നുകൂടെ Okay. പറയാം. അതായത് ആ. നമ്മളിപ്പോ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തല്ലോ. So your last thoughts on doing a പരിപാടി like this. I told you, no, why I came here itself is like തിയേറ്ററിനെ പറ്റിയുള്ള സംസാരങ്ങളോ അതൊക്കെ ഭയങ്കര കുറവാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ലൈക്ക് ആൻഡ് ഐ ലവ് ടു ടോക്ക് അബൌട്ട് തിയേറ്റർ. Right. സോ ലൈക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ, സോ അതിനെപ്പറ്റി സംസാരിച്ചിരിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. സോ then I felt like, okay, somebody is calling me to talk about theater. I have a space to talk about theater. I'm So glad. like, I'm just happy. Yeah, I'm happy about everything that we talked about. എന്നെ സംബന്ധിച്ച് സെയിം ഒപ്പീനിയൻ ആണുള്ളത്. പക്ഷെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ലൈക്ക് ഞാൻ അങ്ങനെ ഒരു പ്രത്യേകിച്ച് തിയേറ്റർ മാത്രം ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രൊഫഷണൽ സ്പേസിലേക്കൊന്നും എത്തിയിട്ടില്ല. ആൾക്കാർ വന്ന് വിളിക്കുക, സംസാരിക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂവില് ലൈക്ക് ഗാർഗിയുടെ കൂടെ ആണെങ്കിലും വരുന്നതിലും സംസാരിക്കുന്നതിലും ഒക്കെ ഒരു സന്തോഷമുണ്ട്, പ്രത്യേകിച്ച് തിയേറ്ററിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ. അപ്പോൾ തിയേറ്ററിനെ സംബന്ധിച്ച് ഇതുപോലത്തെ ചർച്ചകളും പരിപാടികളൊക്കെ നടക്കട്ടെ എന്ന് Yeah, we actually ആശിക്കുന്നു. hope more people do talks
or like, yeah, so anything. Thank you. Thank Thank you. you.